പ്രാവശ്യം കൂടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമെന്നാണ് ദൈവജനം പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, ऐसा कहने का कारण, ദൈവസന്നിധിയിൽ വരുന്നവർ ബലത്തിന്റെ മേൽ ബലം പ്രാപിക്കും. आमेन, हालेलुया. परमेश्वर सन्निधि में आने वाले बल पर बल पाते हैं. ധന്യർ നിന്റെ ആലയത്തിൽ വസിപ്പോൾ അല്ലേ എന്നാ വചനം പറയുന്നത്. कि वचन कहते हैं धन्य हो जो तेरे आलय में रहता നിന്റെ है. ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. तेरे मंदिर में रहने वाले भाग्यशाली हैं. ബലം നിന്നിലുള്ളവൻ ഭാഗ്യവാൻ. बल जो तुझ पे है वो भाग्यशाली है. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. वैसे लोगों के मन में सियोन की ओर जाने का रास्ता है. കണ്ണുനീർ താഴ്വരെ കൂടെ കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി മാറ്റും. जब आंसू की तराई से गुजरते हैं उसे आनंद का नदी बना देता है. മുൻമഴയാൽ അത് അനുഗ്രഹമായി മാറും. वो पहले बारिश के साथ आशीष बनेगा. ബലത്തിന്റെ മേൽ അവർ ബലം പ്രാപിക്കും. बल पर वो बल प्राप्त करेंगे. ബലം പ്രാപിക്കാനാണ് ദൈവസന്നിധി വന്നിരിക്കുന്നത്. आमेन, हालेलुया. बल पाने के लिए परमेश्वर की सन्निधि में आए हैं. ക്ഷീണത്തോട് വന്നെങ്കിൽ अगर हम थका हुआ आया, ബലത്തോട് മടങ്ങി പോകുക. बल के साथ लौटने के लिए, ഭയത്തോട് വന്നെങ്കിൽ भय के साथ വിശ്വാസത്തോട് മടങ്ങി പോകുക. विश्वास के साथ जाने के लिए, ഹല്ലേലൂയ. തളർന്നവരായി വന്നെങ്കിൽ अगर थका हुआ होके आया है, ധൈര്യത്തോടെ മടങ്ങി പോകാനാ വന്നിരിക്കുന്നത്. धैर्य के साथ जाने के लिए കർത്താവ് आया തന്റെ है. മക്കളെ ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. परमेश्वर अपने बच्चों को धैर्य दे, बल दे. രാവിലെ നമ്മള് ഹിന്ദി സർവീസിനെ കേട്ടത് सुबह हम हिंदी सर्विस में सुना ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ കുറിച്ച്. एक सांत्वना देने वाला परमेश्वर के നമ്മുടെ बारे में. കർത്താവ് കംഫർട്ട് തരുന്നവനാ. वो हमें शांति देता है. സകലരെയും ആശ്വസിപ്പിക്കുന്നവനാ. वो सभी को शांति देता है. ആശ്വസിപ്പിക്കുന്ന ദൈവം ഞങ്ങളെയും ആശ്വസിപ്പിച്ചു എന്ന് പൗലോസ് പറയുന്നു. वो पौलुस इस प्रकार कहते हैं, शांति देने वाला परमेश्वर हमें भी शांति दिया. അകത്തു ഭയമുണ്ടായിരുന്നു, अंदर भय था, പുറത്തു ഭയമുണ്ടായിരുന്നു. बाहर भी भय था. അകത്തു യുദ്ധമുണ്ടായിരുന്നു, अंदर युद्ध था, പുറത്തു യുദ്ധമുണ്ടായിരുന്നു. बाहर भी युद्ध था. അകത്തും പുറത്തും യുദ്ധമുണ്ടായിരുന്നു. अंदर बाहर युद्ध था. ചിലപ്പോഴൊക്കെ അങ്ങനെ കേട്ടോ. कभी कभार इस प्रकार है. അകത്ത് മാനസികമാകുന്ന യുദ്ധം, अंदर मानसिक तौर पे युद्ध പുറത്ത് പല വിധത്തിലുള്ള യുദ്ധം. और बाहर अलग तरीका का പക്ഷെ युद्ध. പൗലോസ് പറയുകയാണ്, लेकिन पौलुस कहता है, സകലത്തെയും ആശ്വസിപ്പിക്കുന്ന, സകലരെയും ആശ്വസിപ്പിക്കുന്ന ദൈവം, सबको शांति देने वाला ഈ परमेश्वर അകത്തെയും പുറത്തെയും യുദ്ധങ്ങളുടെ നടുവിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനിടയായി ये തീർന്നു. अंदर बाहर के युद्ध में परमेश्वर ने हमें भी शांति दिया. നമ്മുടെ ദൈവം കംഫർട്ട് തരുന്ന ഈ ദൈവം, हमारा परमेश्वर आराम देने वाला परमेश्वर है. കംഫർട്ടർ എന്ന് നമ്മൾ അവനെ വിളിക്കുന്നു. वो हमें कंफर्टर है. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ परमेश्वर जब वचन पढ़ता है, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത്, पवित्र आत्मा के बारे में खास कहता है പരിശുദ്ധാത്മാവ് നമ്മുടെ കംഫർട്ടർ ആണെന്നാ. कि पवित्र आत्मा में आराम देता है. ഹോളി സ്പിരിറ്റ് ഈസ് അവർ കംഫർട്ടർ. पवित्र आत्मा में आराम देता है. നമ്മൾ എത്ര പറയുന്ന പകൽക്കാലം പറയും പരിശുദ്ധാത്മാവ് എനിക്ക് കംഫർട്ട് തരുന്ന ആത്മാവാണ്. कि आप कितने लोग कहेंगे पवित्र आत्मा मुझे आराम देने वाला है. കംഫർട്ട് തരിക എന്ന് പറയുമ്പോൾ जब आराम देने का कहता है, അതിന്റെ അർത്ഥം എന്താണ്? उसका अर्थ क्या है? പരിശുദ്ധാത്മാവ് കംഫർട്ടർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ പദം പാരക്ലീറ്റോസ് എന്ന പദമാണ്. कि पवित्र आत्मा आराम देता है, वो जो पद है जो ट्रांसलेट किया है उसका പാരക്ലീറ്റോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. पैराक्लिटोस बोल के ग्रीक पद है. പാരക്ലീറ്റോ അല്ലെങ്കിൽ പാരക്ലീറ്റോസ് എന്ന് പറയുന്ന പദത്തിന്റെ ഒക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ इस पद का जो अर्थ है, ആശ്വസിപ്പിക്കുന്നവൻ, वो सांत्वना देता है, സഹായിക്കുന്നവൻ, मदद करता है, ഹല്ലേലൂയ, നമുക്കൊരു അഡ്വക്കേറ്റ് ആയിട്ട് കൂടെ നിൽക്കുന്നവൻ, हमारे लिए एक एडवोकेट बन के खड़ा रहने वाला. അങ്ങനെയൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. वो सब इस पद का अर्थ. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, സഹായിക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ ഒക്കെയാണ് ദൈവം. तो हमारे साथ खड़ा होने वाला, सांत्वना देने वाला, शांति देने वाला परमेश्वर. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ എന്താ വായിച്ചത്? ड्यूटोनोमी में क्या पढ़ा? ഹല്ലേലൂയ. യശൂരൂരിന്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? यशूरूर के परमेश्वर के समान बड़ा परमेश्वर कौन है? യശൂരൂർ എന്ന് പറഞ്ഞാൽ ആരാണ്? यशूरूर कहेगा तो कौन है? റൈച്ചസ് എന്ന അർത്ഥം, നീതിമാൻ, ദൈവ പൈതൽ എന്ന അർത്ഥം. उसका अर्थ है कि धार्मिक परमेश्वर का बच्चा. ദൈവ പൈതലേ, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? हमारे परमेश्वर के समान बड़ा परमेश्वर कौन അവൻ है? മേഘാരൂഢനായി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നവനാണ്. वो हमारे लिए प्रकट होने वाला परमेश्वर है. മേഘങ്ങളെ പുതച്ചുകൊണ്ട് ഇറങ്ങി വരുന്നവനാണ്. वो मेघ को ओढ़ के हमारे लिए उतर അവൻ आता है. മേഘാരൂഢനായി സ്വർഗാരോഹണം ചെയ്തെങ്കിൽ और जैसा मेघ के साथ उठाया गया, അവൻ മേഘാരൂഢനായി ഇറങ്ങി വരുന്നവനാണ്. और उसी प्रकार उतर के आएगा. ആവർത്തന പുസ്തകത്തിൽ ഇത് എഴുതിയപ്പോൾ, जब ड्यूटोनोमी में ये लिखा, ഹല്ലേലൂയ, മോശ ഈ കാര്യങ്ങൾ
രേഖപ്പെടുത്തിയപ്പോൾ, मूसा ने जब इस बातों को लिखा, മേഘാരൂഢനായി വരുന്നു എന്ന് എഴുതിയപ്പോൾ, जब लगा मेघों के साथ उतर आता है, യേശു മേഘത്തിൽ എടുക്കപ്പെട്ടത് മേഘത്തിൽ വരും എന്നുള്ള കാര്യങ്ങൾ വെച്ചല്ല എഴുതിയത്. कि यीशु मेघ में उठाया गया और मेघ से उतरेगा इस प्रकार सोच के नहीं, लेकिन മോശയ്ക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മേഘം തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു. कि मूसा जो देख सकता था उस प्रकार एक मेघ उसके ऊपर था, പകൽ അഗ്നിസ്തംഭമായി, कि दिन में अग्नि का स्तंभ बन के, രാത്രി പകൽ മേഘസ്തംഭമായി, दिन में मेघ का स्तंभ बन के, രാത്രി അഗ്നി സ്തംഭമായി, रात को अग्नि स्तंभ बन के, 40 വർഷമായി കൂടെ നിൽക്കുന്ന 40 साल एक साथ रहने वाला, ആവർത്തന പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ എഴുതുമ്പോൾ, कि जब व्यवस्था विवरण का अंतिम अध्याय जब लिख रहा था, 33 34 ഒക്കെ ലാസ്റ്റ് ചാപ്റ്റേഴ്സാ. 33 34 जो है लास्ट മോശ चैप्टर, ആവർത്തന പുസ്തകത്തിന്റെ അവസാനത്തെ പേജുകൾ എഴുതുകയാണ്. मूसा व्यवस्था विवरण का अंतिम पेज लिख रहा है. മോശ പറയുകയാണ്, मूसा कहता है, മേഘാരൂഢനായി എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. मेघ में बैठ के मेरे लिए उत्तर आने वाला एक परमेश्वर है. അപ്പൊ മോശ നേരത്തെ തന്നെ അത് കാണുകയാ. कि मूसा पहले वो देख रहा है, മേഘാരൂഢനായി വെളിപ്പെടുന്ന കർത്താവിനെ കാണുകയാ. मेघ के साथ प्रकट होने वाला परमेश्वर को देख रहे हैं. പണ്ട് മിസ്രൈം വിട്ട നാൾ മുതൽ, जब मिस्र छोड़ा उस समय से, കേൾക്കുന്നുണ്ട്, പണ്ട് മിസ്രൈം വിട്ട നാൾ മുതൽ, जब मिस्र छोड़ा उस समय से, അന്ന് ഈ മേഘം ഇറങ്ങി വന്നതാ കേട്ടോ. तब ये मेघ उतर आया था. മിസ്രൈമിൽ ഇറങ്ങി വരാത്തൊരു മേഘം मिस्र में जो उत्तर नहीं आया मेघ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അന്ന് ഇറങ്ങി വന്നെന്ന്, कि मिस्र से जब छूटा उस दिन उतर आया. ഇവരുടെ യാത്രയിൽ ഇറങ്ങി വന്നത്. मैं तुम्हारी यात्रा में उतर आया. ശത്രു പുറകെ വരുന്നുണ്ട്. शत्रु पीछे आ रहा है. ശത്രുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ जब शत्रु को देखा, ജനം ഭയപ്പെടുകയാ, कि लोग भयभीत हुआ, ജനം നിലവിളിക്കുകയാ, लोग पुकारने ദേ लगे, ഫറവോൻ പിൻപറ്റുന്നു. कि फरोन पीछे आ रहा പക്ഷെ है, അവരുടെ നടുവിലേക്ക് ഒരു മേഘം ഇറങ്ങി വന്നു. लेकिन उनके बीच में एक मेघ उतर आया. ശത്രുവിനും ദൈവജനത്തിനും ഇടയിൽ ഒരു മേഘം ഇറങ്ങി വന്നു. शत्रु और परमेश्वर के लोगों के बीच में एक मेघ ഇപ്പോൾ उतर आया. തിരിഞ്ഞു നോക്കുന്ന ജനം കാണുന്നത് अभी जो पीछे जब देखते तो लोग देखते हैं, ശത്രുവിനെ അല്ല, वो शत्रु को नहीं देखता है. വചനം ഇങ്ങനെ പറയുന്നു, वचन इस प्रकार कहता है, ഇടയ്ക്കിറങ്ങി ഒരു മേഘത്തെ കാണുന്നത്. जो बीच में उतरा हुआ मेघ को देख ആ रहा है. മേഘത്തിന്റെ പ്രത്യേകത എന്താ? उस मेघ का खासियत क्या രാത്രി है? മുഴുവൻ ജനത്തിനു മേൽ അത് അഗ്നിസ്തംഭമായി ജ്വലിച്ചു നിൽക്കുകയാണ്. और रात भर लोगों के ऊपर अग्निस्तंभ बन के झल के रहता है. ശത്രു എവിടെ വരെ ആയെന്ന് അറിയാൻ ജനം തിരിഞ്ഞു നോക്കുമ്പോൾ, तो शत्रु कहां तक पहुंचा लोग देखने के लिए मुड़ के जब देखते हैं, ജനം കാണുന്നത് ശത്രുവിനെ അല്ല, लोग शत्रु को नहीं देखता, ജനം കാണുന്നത് പിൻപറ്റുന്ന ശക്തികളെ അല്ല, कि लोग जो देख रहे पीछे करने वाले शक्तियों को ജനം नहीं, കാണുന്നത് അവർക്ക് വേണ്ടി യശൂരൂരിന്റെ ദേവനായി ദൈവമായി മേഘാരൂഢനായി ഇറങ്ങി വന്നവനെയാ കാണുന്നത്. वो देखते हैं ईश्वर के परमेश्वर उनके लिए मेघ के साथ उतर आया हो, उसको അവൻ देखता है. ശത്രുവിനെ നിന്റെ ആദരിൽ നിന്ന് മാറ്റി നിർത്തുന്നവനാ. वो शत्रु को तेरे प्राण से बाहर रखता है. ഹല്ലേലൂയ. ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവനാ. वो शत्रु को तेरे आगे से हटा देता है. ഇസ്രായേൽ നിർഭയമായി വസിക്കാൻ കാരണമെന്താ? इस्राएल बिना डर कर रहने का कारण क्या है? ഹല്ലേലൂയ. മേഘാരൂഢനായി ഇറങ്ങി വരുന്നവൻ. और मेघ के साथ उतर आता है. മക്കളെ, ഞാൻ ഈ പറയുന്ന വചനത്തിന്റെ പവറോട് നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ. ये जो वचन जो आ रहा है उस वचन की शक्ति के साथ जब आप നമ്മൾ स्वीकार വണ്ടി करें, ഓടിക്കുമ്പോൾ ഗിയർ ഒക്കെ മാറ്റുന്ന പോലെ ഗിയർ ഒന്ന് മാറ്റിക്കാട്ടെ. हम जब गाड़ी चलते हैं गियर चेंज करते गियर चेंज करो. പലരും സ്റ്റാർട്ടിംഗ് പ്രോബ്ലത്തിൽ ഇരിക്കുമെന്ന് തോന്നുന്നു. बहुत सारे लोग स्टार्टिंग प्रॉब्लम बेटा है. ഫസ്റ്റ് ഗിയറിൽ മാറ്റി വണ്ടി ഓടാൻ Amen. തുടങ്ങി. Amen. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. फर्स्ट गियर से हटाओ गाड़ी चलने लगा है. ഞാൻ വർഷപ്പിന്റെ ഇടയ്ക്ക് തന്നെ ഗിയർ മാറ്റി. कि ഹല്ലേലൂയ. पास बने वर्शिप के बीच में गियर चेंज നല്ല किया. ആത്മീക അന്തരീക്ഷം അനുഭവിച്ച് ഞാൻ പറഞ്ഞു, ഇനി ആ പഴയ ഗിയറെ കിടക്കട്ടെ, മുന്നോട്ട് കയറിയത് ഒന്ന് കേറിക്കാട്ടത് മക്കളെ. आप भी थोड़ा आगे आइए. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് കേറി വരാൻ റെഡിയാണെങ്കിൽ आप भी हमारे साथ चल के ഈ आइए. വചനത്തിലൂടെ ചിലത് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ आज പോകുക. वचन से पवित्र आत्मा कुछ बातें ഒരു करेंगे. മേഘം ഇവരുടെ ഇടയിൽ ഇറങ്ങി വന്നു. एक मेघ इनके बीच में उतर आया. ശത്രുവിന് ഈ മേഘം, शत्रु के लिए जो मेघ है ഹല്ലേലൂയ, കാർമേഘമാ കേട്ടോ. वो एक अंधकार से भरा हुआ है. ശത്രുവിന് മുന്നോട്ടൊന്നും കാണാൻ വയ്യ. शत्रु को आगे कुछ दिखता नहीं ശത്രു है. സ്റ്റക്കായി നിൽക്കുകയാ. शत्रु जो है रुक ശത്രുവിന് गया ഒരു है. ഇഞ്ച് മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല. शत्रु आगे नहीं जा पा रहे. ശത്രുവിന് നിന്നെ കാണാൻ പറ്റുന്നില്ല. आमीन हालेलुया. शत्रु तुझे देख नहीं सकता. ശത്രു നിന്നെ പിടിക്കാൻ വന്നതാ. शत्रु तुझे पकड़ने പക്ഷേ आया है. ശത്രുവിനെ തടഞ്ഞുകൊണ്ട് शत्रु को रोक के മേഘാരൂഢനായി അവൻ ഇറങ്ങി വന്നെന്ന്. मेघ के साथ वो उतर आया है. ഹല്ലേലൂയ. हालेलुया. ദൈവമക്കളെ, ശൂര്യന്റെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ, കീഴേ ശാശ്വത ഭുജമുണ്ട്. कि ईश्वर के परमेश्वर के साथ कौन है बड़ा परमेश्वर? എവിടെയാണ്? കീഴേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മേളിൽ നിന്ന് വീഴുകയാണെങ്കിൽ കീഴേ ശാശ്വത ഭുജമുണ്ട്. अगर हम ऊपर से गिरे तो पकड़ने के लिए उसके हाथ है. വീഴത്തില്ല. हम गिरेंगे नहीं. കാരണം എന്താ? കീഴേ ശാശ്വത ഭുജമുണ്ട്.
क्योंकि नीचे सनातन भुज है ഇനി കീഴെന്നുള്ള പദം ഞാനൊന്ന് മാറ്റിക്കുക. और नीचे के पद हटा देते हैं। പിൻപിൽ ഹല്ലേലൂയ पीछे മേഘമിറങ്ങി നിപ്പുണ്ട്. पीछे मेघ उतर के खड़ा है। പിൻപിൽ കീഴെ അല്ലെങ്കിൽ പിൻപിൽ അല്ലേ? नीचे नहीं तो पीछे। പിൻപിൽ കർത്താവിന്റെ മേഘമിറങ്ങി നിൽക്കുകയാണ്. पीछे परमेश्वर का मेघ उतर के खड़ा है। പിൻപിനൊരു പ്രശ്നമുണ്ട്. पीछे एक समस्या है। നമ്മൾ മുന്നോട്ട് നോക്കി യുദ്ധം ചെയ്യുകയാണ്. हम आगे देख के युद्ध कर रहे हैं। നമുക്ക് മുന്നിലുള്ള ശത്രുവിനെ കാണാൻ പറ്റും. हम आगे के शत्रु को देख നമ്മൾ सकते हैं। പോരാടിക്കൊണ്ടിരിക്കുക. हम लड़ रहा है। പക്ഷെ പിൻപിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. हमें पता नहीं पीछे क्या है। പുറകിൽ എന്താണെന്ന് അറിയണമെങ്കിൽ തിരിഞ്ഞു നോക്കണം. पीछे क्या जानने के लिए मुड़ के देखना है। ശരിയല്ലേ? सही है कि नहीं? പുറകിൽ എന്താണെന്ന് അറിയെങ്കിൽ തിരിഞ്ഞു നോക്കണം. अगर पीछे क्या जानना तो പക്ഷേ मुड़ ഒരു के देखना है। അപകടമുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കാൻ പോയാൽ अगर वो पीछे मुड़ के മുമ്പിൽ देखेंगे നിൽക്കുന്ന ശത്രു നമ്മളെ തകർത്ത് കളയും. आगे जो शत्रु हमें पराजित करेगा। അവിടെയാണ് പിൻപിൽ ഒരു സുരക്ഷയുടെ ആവശ്യം. वहां है जो पीछे सुरक्षा। അവിടെയാണ് കീഴെ ശാശ്വത ഭുജം ഇറങ്ങി വരേണ്ട ആവശ്യം. वहां है कि नीचे जो सनातन भुज उतर आना है। കേൾക്കണമേ പ്രിയമുള്ളവരെ. ध्यान दीजिएगा ഹല്ലേലൂയ. കംഫർട്ടർ സഹായകൻ പിന്നിലുണ്ടെന്ന്. कि जो सहायता करने वाला पीछे है। ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. मैं अभी एक बात ഈ कहता हूं। പാരക്ലിറ്റോസ് എന്ന പദം, ये पैराक्लिटोस जो पद है, ഗ്രീക്കിലുള്ള പദം, ये ग्रीक में जो पद है വേദപുസ്തകത്തിലാണ് ഈ പദം പ്രബലമായി മാറിയത്. कि बाइबल में सबसे അത് ज्यादा हुआ। പരിശുദ്ധാത്മാവിന്റെ ഒരു പര്യായ പദമായി മാറി. पवित्र आत्मा का एक പര്യായ വചൻ सिनोमस बन गया। ഹല്ലേലൂയ. അങ്ങനെ ഒരു പദമായിട്ട് അത് മാറി. ऐसे एक पद बन गया। പക്ഷേ ഈ പദത്തിന്റെ ഒറിജിൻ ബൈബിളിലായിരുന്നു. लेकिन इस पद का जो ओरिजिन है बाइबल ഗ്രീക്ക് में है। ഭാഷയിൽ ഈ പദത്തിന് ഒരു മീനിങ് ഉണ്ടായിരുന്നു. ग्रीक में इसका एक अर्थ है। ഈ പാരക്ലിറ്റോ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചത് पैराक्लिटो जो ग्रीक भाषा में ഒരു उपयोग किया മിലിറ്ററി ടെർമിനോളജി ആയിട്ടാണ്. एक मिलिट्री शब्द है। ആ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹല്ലേലൂയ ഒരു റെവലേഷൻ ഇതിനെ കുറിച്ച് പിന്നെയും കിട്ടും. वो जो हम समझेंगे तो बहुत बड़ा प्रकाशन हमें मिलेगा। മിലിറ്ററി ടെർമിനോളജി നിങ്ങൾക്കറിയാമോ? आपको पता है मिलिट्री में वो क्या कहते हैं? ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. एक सैनिक युद्ध के लिए जा അവൻ रहा है। മുന്നോട്ട് പടവെട്ടി കയറുകയാണ്. वो आगे आगे जा रहा है। പക്ഷെ അവനൊരു ലിമിറ്റേഷൻ ഉണ്ട്. लेकिन उसका एक सीमा അവന്റെ है। പുറകിൽ കൂടെ ശത്രു വന്ന കാണാൻ പറ്റത്തില്ല. उसके पीछे शत्रु आगे तो दिखेगा नहीं। ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ? आपको समझ में आ रहा है? നമുക്ക് എത്രയും കാണാം. हम कितना देख सकते हैं? നമുക്ക് നമ്മുടെ വിഷ്വൽസ് അല്ല വിഷന്റെ ഹല്ലേലൂയ ഒരു റേഞ്ച് എത്ര? हमारा जो देखने का विषय का रेंज कितना है? 360 ഡിഗ്രീസ് നമുക്ക് കാണാൻ പറ്റുമോ? हम क्या 360 डिग्री देख सकते हैं? കാണാൻ പറ്റത്തില്ല. നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ अगर हम आगे देखिएगा 180 ഡിഗ്രി കാണാൻ പറ്റുമോ? क्या हम 180 डिग्री देख सकते हैं? 180 കാണാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അല്ലേ? ഈ ഒരു മേ ബി എനിക്കറിയില്ല. ഞാൻ പൈലറ്റിനെ നോക്കുമായിരുന്നു. കാരണം പൈലറ്റ് ആകുമ്പോൾ ഈ ഇതൊക്കെ കൂടുതൽ പഠിക്കുമല്ലോ. ഹല്ലേലൂയ. കാണാൻ പറ്റുമോ? हम देख सकते हैं क्या? 180 പോലും കാണാൻ പറ്റത്തില്ല. हम 180 भी नहीं देख सकते हैं। ആംഗിളിലെ കാണാനൊക്കത്തുള്ളൂ അല്ലേ? हम एक एंगल में देख सकते പിന്നെ हैं। അപ്പുറം ഇപ്പുറം കാണുമ്പോൾ നമ്മളിങ്ങനെ കഴുത്ത് തിരിക്കും. हम इधर उधर मुड़ के देखेंगे। ശരിയാണ് പറഞ്ഞത്. सही है कि नहीं? അപ്പൊ പട്ടാളക്കാരൻ യുദ്ധം ചെയ്യുമ്പോൾ जब सैनिक युद्ध लगता है അവന് മുന്നോട്ടേ കാണാൻ പറ്റത്തുള്ളൂ. वो आगे ही देख सकते हैं। പുറകിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അവൻ അറിയത്തില്ല. पीछे से आक्रमण होगा तो उसे पता नहीं അങ്ങനെ चलेगा। ഉണ്ടായാൽ എന്ത് ചെയ്യും? अगर ऐसा होगा तो क्या करेंगे? അതിനുവേണ്ടി റോമാ പട്ടാളക്കാരൻ इसके लिए रोम का जो മുൻപിൽ പടവെട്ടുന്ന പട്ടാളക്കാരനെ പ്രൊട്ടക്ട് ചെയ്യാൻ പുറകിൽ ഒരു പട്ടാളക്കാരനെ നിർത്തും. कि वो आगे जो लड़ने वाले सैनिक को प्रोटेक्ट करने के लिए पीछे को रखते മുൻപിൽ हैं। നിൽക്കുന്ന പട്ടാളക്കാരന് ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാം. आगे जो है वो धैर्य के साथ युद्ध कर അവന് सकते हैं। പുറമോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. उसको पीछे मुड़ के देखने की അവന്റെ जरूरत नहीं है। പുറകിൽ ഒരു പട്ടാളക്കാരൻ നിപ്പുണ്ട്. उसके पीछे एक सैनिक അവന്റെ खड़ा है। ജോലി എന്താണെന്നറിയാമോ? उसका काम क्या है? മുൻപോട്ട് പടവെട്ടുന്ന പട്ടാളക്കാരനെ പ്രൊട്ടക്ട് ചെയ്യുക. कि जो आगे बढ़ने वाले को प्रोटेक्ट करना। അവന് കാണാത്തൊരു മണ്ഡലമുണ്ട്. वो जो नहीं Are you देख सकते listening me? मंडल है। അവന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഏരിയയുണ്ട്. वो जो नहीं देख सकते वैसे एक मंडल അവന് है। അറിയാത്തൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. उसके लिए एक ब्लाइंड स्पॉट है। ബ്ലൈൻഡ് സ്പോട്ട് അല്ലേ? ब्लाइंड स्पॉट। ഈ വണ്ടി ഓടിക്കുന്നവരോട് പറയും, ये जो गाड़ी चलाते कहते हैं ഹല്ലേലൂയ, നിങ്ങൾ സൈഡ് മിററിൽ കൂടെ നോക്കിയാലും തിരിഞ്ഞു നോക്കണമെന്ന്. आप साइड मिरर से देखिए तो मुड़ के देखना है। എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് അല്ലേ? क्योंकि हमें एक ब्लाइंड स्पॉट है। നമുക്കെല്ലാം കാണാൻ പറ്റത്തില്ല. हम सब नहीं देख നമുക്ക് सकते। നമ്മുടെ പിന്നിൽ നമ്മുടെ വശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. हम जो नहीं देख सकते वैसा ब्लाइंड स्पॉट है। നമുക്ക് കുറച്ചേ അറിയത്തുള്ളൂ. हमें थोड़ा ही पता है। ഭൗതിക മണ്ഡലത്തിൽ കാണുന്നതേ അറിയത്തുള്ളൂ. भौतिक मंडल में जो दिखता है वही पता है। പക്ഷെ നമുക്ക് കാണാത്തൊരു മേഖലയുണ്ട്. लेकिन हम जो नहीं देख सकते ഒരു ऐसा मंडल ആകർഷ है। മണ്ഡലമുണ്ട്. एक आकर्षण का അവിടെ मंडल എന്താ है। സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. वहाँ क्या हो रहा है हमें नहीं पता। പക്ഷെ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. लेकिन वहाँ एक खड़ा है। അവിടുത്തെ കുറിച്ച് അറിയാവുന്ന ഒരാൾ നിൽപ്പുണ്ട്. वो जो जानते वो ही कहाँ खड़ा है। കാണുന്ന മണ്ഡലത്തെ മാത്രമല്ല, वो सिर्फ देखने वाला मंडल കാണാത്ത नहीं, മണ്ഡലത്തെ അറിയുന്ന ഒരു
ഒരുവൻ, जो नहीं जानने वाला मंडल में जानने സകലത്തെ वाला, അറിയുന്ന ഒരുവൻ, सब कुछ जानने वाला, നമുക്ക് അല്പമേ അറിയത്തുള്ളൂ, हमारे पीछे മുഴുവൻ അറിയുന്ന ഒരുവൻ सब जानने वाला പുറകിൽ നിൽപ്പുണ്ട്. वो पीछे खड़ा है। ഈ പുറകിൽ നിൽക്കുന്ന പട്ടാളക്കാരന് ये जो पीछे खड़ा हुआ सैनिक, അരെ മുൻപിൽ പോകുന്ന പട്ടാളക്കാരൻ പടവെട്ടി മുന്നേറുമ്പോൾ वो जो आगे चढ़ने वाला आगे जब जाता है, അവന്റെ പുറകിൽ उसके पीछे അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, उसे support करके, അവന്റെ ബ്ലൈൻഡ് സ്പോട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് उसके blind spot को support നിൽക്കുന്ന करके, പട്ടാളക്കാരന് ഗ്രീക്കുകാർ വിളിച്ച പേരാണ് പാരക്ലീറ്റോസ്. ഹല്ലേലൂയ. वैसे लोगों को ग्रीक में बुलाया हेलो। पैराक्लिटोस। ആ വാക്കിന്റെ ഒറിജിനാ ഞാൻ പറയുന്നത് കേട്ടോ. अर्थ का जो मैं कह रहा हूँ, അപ്പോൾ ആരാണ് ഈ പാരക്ലീറ്റോസ്? कौन है पैराक्लिटोस? മുൻപിൽ പടവെട്ടുന്ന പട്ടാളക്കാരനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവന്റെ പുറകിൽ ഒരുത്തിന് ഉറച്ചു നിൽപ്പുണ്ട്. जो आगे लड़ने वाले को प्रोटेक्ट करके पीछे एकदम उसके ഞാൻ साथ खड़ा है। ആവർത്തിച്ചു പറയട്ടെ, मैं बार बार कहता നമുക്ക് हूँ, കാണാത്ത മേഖലകളുണ്ട്, हमें ऐसे मंडल जो हम नहीं നമുക്ക് देख അറിയാത്ത सकते, മേഖലകളുണ്ട്. हम नहीं जानने वाला ആ मंडल है। മേഖലയെ അറിയുന്ന ഒരുവൻ പുറകിൽ നിൽപ്പുണ്ട്. आमीन, उस मंडल को जानने वाला एक हमारे पीछे खड़ा നമ്മൾ है। അറിയാത്ത സകലതും അറിയുന്ന ഒരുവൻ പുറകിൽ നിൽപ്പുണ്ട്. हम जो नहीं जानते उस सबको जानने वाला एक അവന്റെ हमारे पीछे, പേരാണ് പരിശുദ്ധാത്മാവ്. उसका नाम है पवित्र आत्मा। നീ മുൻപോട്ട് നടക്കുമ്പോൾ जब तू आगे बढ़ता है, നിനക്ക് കുറച്ചേ അറിയത്തുള്ളൂ. तुझे थोड़ा पता है, പക്ഷേ അദൃശ്യ മണ്ഡലത്തിൽ സംഭവിക്കുന്നത് സകലതും അറിയുന്ന പരിശുദ്ധാത്മാവ് കീഴേ ശാശ്വത ഭുജങ്ങളുമായി, कि जो अंधे का मंडल में सब कुछ जानने वाला पवित्र आत्मा नीचे सनातन भुज के साथ, എല്ലാവരും പറഞ്ഞാട്ടെ, കീഴേ ശാശ്വത ഭുജം. नीचे सनातन भुज। എനിക്കറിയില്ല കീഴേ എന്താണെന്ന്, मुझे नहीं पता नीचे क्या है, പക്ഷെ കീഴേ അവന്റെ ശാശ്വത ഭുജമുണ്ട്. लेकिन नीचे उसका सनातन भुज है। എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. मैं पीछे मुड़ के नहीं देख सकता, എനിക്കറിയില്ല പിന്നിൽ എന്താണെന്ന്. मैं नहीं जानता पीछे क्या പക്ഷെ है, എനിക്കൊരു കാര്യം ഉറപ്പാണ്, लेकिन मुझे एक बात पक्का എന്റെ है, പിന്നിൽ എനിക്ക് കാണാത്ത മേഖലകളിൽ मेरे पीछे जो मैं नहीं देखता वैसे എന്റെ मंडल में കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. मेरा परमेश्वर मेरे लिए है। ദൈവമക്കളെ, परमेश्वर के बच्चों, നമുക്കെതിരെ പിശാച് ഒരുക്കുന്ന പദ്ധതികൾ നമുക്കറിയാമോ? हमारे पीछे शैतान क्या योजना बना हमें पता है क्या? നമുക്ക് ലോകത്തിൽ ബാഹ്യമണ്ഡലത്തിൽ കാണുന്നതേ അറിയത്തുള്ളൂ. हमें दुनिया में जो दिखता है वही हम देख പക്ഷെ सकता നമുക്ക് है, കാണാത്തൊരു മണ്ഡലമുണ്ട്. लेकिन हम जो नहीं देखने वाला एक ആ मंडल है, മണ്ഡലത്തിൽ उस मंडल में നിന്നെ സഹായിക്കുവാൻ, तुझे मदद करने के നിന്നെ लिए, പ്രൊട്ടക്ട് ചെയ്യുവാൻ तुझे संभालने के लिए നിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് तेरे पीछे पवित्र आत्मा है। നീ അറിയേണ്ട കാര്യമില്ല. तुझे जानने की जरूरत नहीं ആരാണ് है, നിനക്കെതിരെ പദ്ധതി ഒരുക്കിയതെന്ന് നീ അറിയണ്ട. कौन तेरे लिए योजना बनाया तुझे जानने की जरूरत नहीं ആരാണ് है, നിനക്കെതിരെ കോൺസ്പയർ ചെയ്തതെന്ന് നീ അറിയണ്ട. कौन तेरे विरुद्ध में कॉन्स्पिरेंसी किया तुझे याद षड्यंत्र नहीं बनाया। है, षड्यंत्र बनाया, ആരാണ് നിനക്കെതിരെ ജാദുട്ടോണ ചെയ്തതെന്ന് നീ അറിയണ്ട. कौन तेरे विरुद्ध में जादू टोना किया तुझे नहीं जानना है, നീ അറിയണ്ട. तुझे जानना नहीं പക്ഷേ है। സകലത്തെ അറിയുന്നവൻ നിന്റെ കൂടെയുണ്ട്. हमें लेकिन सब कुछ जानने वाला तेरे കീഴേ साथ है। ശാശ്വത ഭുജങ്ങളുണ്ട്. नीचे सनातन भुज അവൻ है, എന്ത് ചെയ്യും? वो क्या करेगा? അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുമെന്ന്. वो शत्रु को तेरे आगे से भगाएगा, അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് वो ഓടിക്കുമെന്ന്. शत्रु को तेरे आगे से നിങ്ങൾക്കാണ് भगाएगा। ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ, आज के दिन धैर्य के साथ के പരിശുദ്ധാത്മാവന്റെ കൂടെ ഉണ്ടെങ്കിൽ पवित्र आत्मा मेरे साथ है तो എനിക്ക് ഭയമില്ല. मुझे भय नहीं है, പരിശുദ്ധാത്മാവന്റെ കൂടെ ഉണ്ടെങ്കിൽ पवित्र आत्मा मेरे साथ है तो എനിക്ക് അദർശ്യ മണ്ഡലത്തിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് പേടിക്കണ്ട. अंधे का मंडल से मुझे आक्रमण होगा बोल के मुझे डर नहीं है, പരിശുദ്ധാത്മാവിന്റെ കൂടെയുണ്ട്. पवित्र आत्मा मेरे साथ है। കംഫർട്ടർ, जो शांति देने वाला, ഏറ്റവും വലിയ കംഫർട്ടർ ആരാണ്? പരിശുദ്ധാത്മാവ്. सबसे बड़ा शांति देने वाला कौन है? पवित्र आत्मा। എൻകറേജർ എന്നും വിളിക്കുന്നു. എൻകറേജർ, एनकरेज करने वाला भी ഹെൽപ്പർ बुलाते എന്നും हैं, വിളിക്കുന്നു. मदद करने वाला बुलाता അപ്പോൾ है, അവൻ കംഫർട്ടർ ആണ്, ഹെൽപ്പർ ആണ്. वो है मदद करने वाला, शांति देने ഈ वाला है। പട്ടാളക്കാരൻ ഇനി മുന്നിൽ നിന്ന് വെട്ടുകൊണ്ടാൽ अगर आगे से अगर बाहर आएगा, അവൻ എങ്ങോട്ടാ വീഴുന്നെന്ന് അറിയാമോ? मैं कहाँ गिरेगा पता है? ഒരു പട്ടാളക്കാരൻ മുന്നിൽ യുദ്ധം ചെയ്തു പോകുമ്പോൾ അവൻ ഒരു വെട്ടുകൊണ്ടാൽ अगर वो युद्ध करते समय उसको अगर അവൻ आगे से എങ്ങോട്ടാ मार लगे, വീഴുന്നെന്ന് അറിയാമോ? वो कहाँ गिरेगा? അവൻ വീഴുന്നത് പിറകിൽ നിൽക്കുന്ന പാരക്ലീറ്റോ അവന്റെ സപ്പോർട്ടറിന്റെ കയ്യിലേക്കാ. वो किसके आमेन। पीछे उसके खड़ा हुआ ആമേൻ. पैराक्लिटोस के ദൈവമക്കൾ ऊपर हाथ പറഞ്ഞിട്ട് में। എനിക്ക് വെട്ടുകൊണ്ടാലും आप बोलो मुझे मार ഞാൻ घाव लगे, വീഴുന്നത് എന്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്തിലേക്ക്. मुंह खोल के बोले यदि मुझे मार हालेलुया। दिया, तो मैं गिरेगा, मैं पवित्र आत्मा के हाथों में गिरेगा, പാരക്ലീറ്റോസിന്റെ കയ്യിലേക്ക് വീഴുന്നത്. पैराक्लिटोस के हाथ में गिरूंगा। അത് മാത്രമല്ല, वो ही नहीं, ചിലപ്പോഴൊക്കെ कभी कभार ഹല്ലേലൂയ വെട്ടുകൊണ്ട് ക്ഷീണിക്കും.
कि मार लग के ഈ थक മുമ്പിൽ जाता है। വെട്ടിക്കേറിയ പട്ടാളക്കാരൻ ക്ഷീണിക്കും, जो आगे बड़ा सैनिक അവൻ തളർന്ന് ഇരുന്നു പോകും, वो थक के गिर അവന്റെ बैठ जाता है, മുറിവുകളിലൂടെ രക്തമൊഴുകും. उसके गांव में से खून बहता അങ്ങനെ है। ക്ഷീണിച്ചിരിക്കുന്ന ऐसा थका ഈ हुआ പട്ടാളക്കാരന്റെ അടുക്കലേക്ക് ये जो सैनिक के पास പിന്നിൽ നിൽക്കുന്ന എൻകറേജർ, ഹല്ലേലൂയ, पीछे जो बैठा हुआ പിന്നിൽ നിൽക്കുന്ന एनकरेजर, പാരക്ലീറ്റോസ് पीछे से जो കയറി पैराक्लीटोस, ചെന്നിട്ട് പറയും, वो आगे जाके നീ कहेगा ക്ഷീണിക്കണ്ട, तू थक मत, നീ തളരണ്ട, तक मत जा, എഴുന്നേക്ക്, तू उठ, യുദ്ധം ചെയ്യേ, कर, മുന്നേറ്, आगे बढ़, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, कि तेरे नीचे सनातन ഞാൻ कुछ है, നിന്നോട് കൂടെയുണ്ട്, मैं तेरे साथ ഞാൻ हूँ, നിന്റെ പിൻപിലുണ്ട്, मैं तेरे पीछे हूँ, നീ ധൈര്യമായിട്ട് മുന്നേറ്. तू धैर्य के साथ आगे കരങ്ങളെ बढ़, ശക്തമായി അടിച്ച്, हाथ ताली बजा के, കരങ്ങളെ ശക്തമായി അടിച്ച്, हाथ ताली बजा के, മശഖമനരഗദൽ കടകൾ ശബ്ദനെ, ഹർദമാനരഗദൽ കടകൾ ശബ്ദനെ. പരിശുദ്ധാത്മാവ് ധൈര്യം നൽകുന്നു. पवित्र आत्मा धैर्य देता है। വേണ്ടതെന്താണെന്നറിയാമോ? വേണ്ടതെന്താണെന്നറിയാമോ? हमें क्या चाहिए? ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? हमें इस दौर में हमें क्या चाहिए? നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സഹിതമാണ് കേട്ടോ. हमें पवित्र आत्मा का सानिध्य चाहिए। പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് അല്ലേ? पिता पुत्र पवित्र आत्मा, പിതാവിന്റെ സ്നേഹം, पिता का प्रेम, ഇതിലല്ലേ നമ്മൾ ആശീർവാദം പറയുന്നത്? പുത്രന്റെ കൃപ, पुत्र का कृपा, പരിശുദ്ധാത്മാവിന്റെ पवित्र आत्मा का സഹിതം. നമ്മൾ പണ്ടത്തെ സഹഭാഗിത്വം. മെസ്സേജ് പഠിച്ചിട്ടുള്ളതാ. हमने पढ़ा हुआ मैसेज है। പവിത്രാത്മാവ് കൂടെയുണ്ടെന്ന്. पवित्र आत्मा साथ में, എവിടെ വരെ കൂടെയുണ്ട്? कहाँ तक साथ में? ലോകത്തിന്റെ അവസാനം വരെ കൂടെയുണ്ട്. दुनिया के अंत तक, എവിടെ വരെ കൂടെയുണ്ട്? कहाँ तक? ഭൂമിയുടെ അറ്റത്തോളം കൂടെയുണ്ട്. कि पृथ्वी के छोर तक, ഭൂമിയുടെ അറ്റത്തോളം കൂടെയുണ്ട്. पृथ्वी के अंत ഞാൻ तक। ഒറീസ മീറ്റിംഗിൽ പോയപ്പോൾ, पासवान जब ओडिशा में मीटिंग में गया, ഹല്ലേലൂയ, ഞാൻ ഇത് ചർച്ചിൽ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. चर्च में कहा कि नहीं पता नहीं। ആ ഒറീസ ഞാൻ ചെന്ന ദിവസം രാവിലെ ओडिशा में जब गया उस दिन पहले सुबह ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ രാവിലെ ഏർലി മോർണിംഗ് 6 മണിക്ക് ചെന്നു. 2-3 മണിക്കൂർ ഒന്നുകൂടെ ഒന്ന് വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നു. ഞാൻ ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങാൻ പോയപ്പോൾ കർത്താവിനോട് വിളിച്ചു, കർത്താവേ, ഞാൻ ഈ ദേശത്ത് വന്നു, ഒരു ദൂത് തരണം, ഉറക്കത്തിൽ നീ സംസാരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുറങ്ങി. पासन वहां जब गया कि सुबह थोड़ा समय था तो थका हुआ था, विश्राम करने से पहले प्रार्थना और किया, परमेश्वर इस देश में आया तो मुझे एक वाणी ഒരു देना। 2 മണിക്കൂർ ഉറങ്ങി. 2 घंटा सोया। ആ ഉറങ്ങുന്ന സമയത്ത് वो सोने के समय ഞാനൊരു ദർശനം കാണുകയാ. पासवान एक दर्शन ആ देखा, ദേശത്തെ കുറിച്ച് ദർശനം കാണുകയാ. उस देश के ऊपर एक दर्शन ഞാനൊരു देखा, ചെറുപ്പക്കാരനെ കാണുകയാ. वो एक नौजवान को देखा, 35-40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. 35-40 का साल। അയാള് വന്നിട്ട് എന്നോട് പറയുകയാ, वो आके कहता है എനിക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്, मुझे बहुत दूर जाना है, മുझे बहुत दूर जाना है. എനിക്ക് ഒത്തിരി ദൂരം പോകണം। അയാൾ ഹിന്ദിയിലാ പറഞ്ഞത്, എനിക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട്. कि हिंदी बोले मुझे ഞാൻ बहुत दूर जाना है। വ്യക്തമായിട്ട് ആ വ്യക്തിയെ കാണുകയാ. मैं साफ साफ उस व्यक्ति എനിക്ക് को देख रहे ഒത്തിരി ദൂരം പോകാനുണ്ട്. बोले मुझे बहुत दूर जाना है। എന്നിട്ട് അയാൾ പറയാ, और वो कहता പക്ഷേ है എനിക്ക് ബലമില്ല. लेकिन मुझे बल नहीं है। ഞാൻ ആ ദർശനത്തിൽ കാണുകയാ. और दर्शन में ഈ देख रहे മനുഷ്യൻ ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുക. वो थका हुआ बहुत मुश्किल से आगे बढ़ने की कोशिश कर ആ रहे हैं। മനുഷ്യൻ എന്നോട് പറയാ, वो इंसान कहता നിങ്ങൾ है വന്ന് എന്നെ സഹായിക്കണം. तू ഹല്ലേലൂയ. आके मुझे मदद എനിക്ക് कर, ഒത്തിരി ദൂരം പോകാനുണ്ട്, मुझे बहुत दूर जाना है, എനിക്ക് ശക്തിയില്ല, मुझे बल नहीं है, നിങ്ങൾ വന്ന് എന്നെ സഹായിക്കണം. तुम आके मुझे मदद करो। ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ जब पासवान नींद से എനിക്ക് उठा പൗലോസിനുണ്ടായ മക്കതോന്യ വിളിയുടെ ദർശനമാ ഓർമ്മ വന്നത്. कि पौलुस को जो मकदोनिया में जो प्रकट हुआ था वो याद आया। പൗലോസിന്റെ വിളി, पौलुस को एक बुलावा, മക്കതോന്യക്കാരനൊരു പുരുഷൻ പറയുകയാണ്, വന്ന് എന്നെ സഹായിക്കണം. मकदोनिया एक व्यक्ति आके कहते हैं कि मुझे मदद कर। ചുരുക്കി പറയട്ടെ പ്രിയമുള്ളവരെ, कम शब्दों में कहता हूं, ദൈവാത്മാവിനോട് പറഞ്ഞു, परमेश्वर के ഈ आत्मा ने कहा ജനത്തിന് ഒരു ദീർഘയാത്രയുണ്ട്, ये लोगों को एक लंबे दौर जाना है, ഒത്തിരി ദൂരം പോകാനുണ്ട്, इन्हें बहुत दूर പക്ഷേ जाना है, അതിനുള്ള ശക്തി അവർക്കില്ല. लेकिन उसके लिए जो बल उन्हें नहीं है। അവർക്ക് വേണ്ടത് ശക്തിയാണ്, उन्हें चाहिए बल, ദീർഘയാത്രയ്ക്കുള്ള ശക്തിയാ. एक लंबा सफर करने ദൈവമക്കളെ, का। സ്വർഗീയമായ ചിലതുണ്ട്. कुछ स्वर्ग से है, ദീർഘയാത്രയ്ക്ക് വേണ്ടി നിനക്ക് ശക്തി തരുന്ന ചിലതുണ്ട്. एक बहुत बड़ा यात्रा के लिए शक्ति देने वाला। ഏലിയാവ് ക്ഷീണിച്ചു പോയവനായിരുന്നു, एलिया थक गया था, തളർന്നു പോയവനായിരുന്നു, वो थक गया था, പക്ഷേ കർത്താവ് അവന്റെ ദൂതനെ അയച്ചവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, लेकिन परमेश्वर ने स्वर्गदूत को भेज के उसको उठा के നിനക്ക് कहा ദീർഘയാത്രയുണ്ടെന്ന്. तुझे लंबा दूर जाना ഇവർക്ക് है। പരിശുദ്ധാത്മാവ് ചിലരെ നോക്കിയിട്ട് പറയുക, कुछ लोगों को पवित्र आत्मा देख നിനക്ക് के कहता है ദീർഘയാത്രയുണ്ടെന്ന്, तुझे लंबा दूर നിനക്ക് जाना है, ഒത്തിരി ദൂരം പോകാനുണ്ടെന്ന്. बहुत दूर जाना है। അന്നൊരു ഭക്ഷണം കൊടുത്തു, उस दिन एक भोजन അത് दिया, സ്വർഗീയ ഭക്ഷണമായിരുന്നു. वो स्वर्गीय ആ भोजन था। ഭക്ഷണത്തിന്റെ ബലം കൊണ്ട് उस
भोजन के बल से അവൻ 40 ദിവസം നടന്നു. वो 40 दिन चला. ദൂതന്മാർ കഴിച്ച ഭക്ഷണത്തിന്റെ ബലം കൊണ്ട് 40 ദിവസം നടന്നു. स्वर्गदूत जो खाते उस भोजन से 40 दिन का സ്വർഗീയ ഭോജനത്തിന് ബലമുണ്ട് പ്രിയമുള്ളവരെ. स्वर्गीय भोजन का बल है. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, जो बाजू में बैठे उसको हाथ देके बोल, സ്വർഗീയ ഭോജനത്തിന് ബലമുണ്ട്. स्वर्गीय भोजन का बल ഓ है. നിനക്കത് ബലം തരും. वो तुझे बल ഓ देगा. മശഖമന റംഥന നിന്റെ ദീർഘയാത്രയ്ക്ക് അത് ബലം തരുമെന്ന്. तेरे लंबा दौर के लिए तुझे बल देगा. ഇനി ഞാനൊരു കാര്യം പറയാം. मैं अभी एक बात कहता हूं. ദൂതൻ കഴിച്ച ഭക്ഷണം जो स्वर्गदूत ने खाया वो भोजन 40 ദിവസം അവനെ നടത്തിയെങ്കിൽ 40 दिनों से चलाया तो യേശു കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് कि यीशु मसीह ने जो वादा किया 40 ദിവസം നടക്കാനുള്ള പവർ അല്ല തരുന്നത്. 40 दिन चलने वाला शक्ति नहीं देता. ഭൂമിയുടെ അറ്റത്തോളം पृथ्वी के अंत तक അന്തിമ ശ്വാസത്തോളം अंतिम सांस तक ജീവപര്യന്തം कि जीवन भर നടത്താനുള്ള പവർ ആ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുമെന്ന്. जीवन भर तुझे चलाने का जो शक्ति और पवित्र आत्मा तुझे देगा. ശഖമനരംതനേ. നിന്റെ ബലം ജീവപര്യന്തം നിൽക്കുമെന്ന്. तेरा जो बल है जीवन भर रहेगा. എല്ലാവരും പറഞ്ഞാട്ടെ, हर जो मुंह खोल के बोले എന്റെ ബലം मेरा बल ജീവപര്യന്തം നിലനിൽക്കും. जीवन भर रहेगा. आमीन. ദൂതന്റെ ഭക്ഷണം കഴിച്ചാൽ स्वर्गदूत का अगर भोजन खाएगा 40 ദിവസം നടക്കും. 40 दिन चलेगा. ഹല്ലേലൂയ. മന്ന കഴിച്ചവർ जो मन्ना खाया അവന് നടന്നു 40 വർഷം. वो चला 40 साल, പക്ഷേ മരുഭൂമിയിൽ പട്ടുപോയി. लेकिन रेगिस्तान में गिर യേശു गए. കർത്താവ് പറഞ്ഞു, यीशु मसीह ने कहा, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. यीशु मसीह ने कहा बोला कि जो मुझे खाएगा मेरे द्वारा 40 जिएगा. ദിവസമല്ല, 40 दिन 40 വർഷമല്ല, 40 साल नहीं, ജീവപര്യന്തം. जीवन भर ജീവപര്യന്തം. जीवन भर മശഖമന റംഥനേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്കുണ്ടെങ്കിൽ, पवित्र आत्मा का शक्ति तुझे, പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, पवित्र आत्मा साथ में हो. മശഖമന ജീവപര്യന്തം, जीवन भर അവസാന ശ്വാസം വരെ, अंतिम सांस तक, ഭൂമിയുടെ അറ്റത്തോളം, पृथ्वी के अंत तक, ഭൂമിയുടെ അറ്റത്തോളം पृथ्वी के अंत ഒരു तक ദീർഘയാത്രയ്ക്ക് വേണ്ടി, एक लंबे दौर के ഒരു लिए, ദീർഘയാത്രയ്ക്ക് വേണ്ടി एक लंबे दौर के യേശു लिए ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम നിന്റെ से ജനം ഒരുക്കപ്പെടട്ടെ. तेरे लोग तैयार हो. ദീർഘയാത്രയ്ക്കുള്ള അഭിഷേകം, एक लंबे यात्रा के ഒരു अभिषेक, ദീർഘയാത്രയ്ക്കുള്ള അഭിഷേകം एक लंबे दौर का ഇന്ന് अभिषेक പകൽക്കാലത്തിന്റെ ജനത്തിന്മേൽ വീഴട്ടെ. आज के दिन तेरे प्रजा पे गिरे. മശഖമന റംഥനരദൽ പംശൽഖമനെ മൽഖേ രഗദൽ പംശൽഖമനെ അർദ്ധമാന റംശൽഖമനെ ചുമന്തന രഗദൽ ഖഡഗശതനെ. ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, कुछ लोगों को देख के पवित्र आत्मा चिल्ला के कहता है നിങ്ങൾക്കൊരു ദീർഘയാത്രയുണ്ട്. तुम एक लंबा सफर जाना है. അരമുറുക്കിക്കോ, कमर बांध ले, ബലം ധരിച്ചോ. बल को धैर्य ले. 40 ദിവസത്തെ ബലമല്ല, 40 दिन का बल नहीं, ജീവപര്യന്തം നിലനിൽക്കുന്ന, जीवन भर रहने वाला, അവസാന ശ്വാസത്തോളം നിലനിൽക്കുന്ന अंतिम सांस तक रहने वाला അഭിഷേകത്തിന്റെ ബലം ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തു. अभिषेक का बल आज के दिन प्राप्त करो. ഹല്ലേലൂയ. ഈ മനുഷ്യൻ എന്നോട് വന്നിട്ട് പറയുക, ये व्यक्ति आके कहता मुझे है बहुत दूर जाना है, എനിക്ക് ഒത്തിരി ദൂരം പോകണം, लेकिन मुझे शक्ति नहीं है. പക്ഷെ എനിക്ക് ബലമില്ല. ആക്കെ मुझे मदद करो. നീ വന്ന് എന്നെ സഹായിക്കണം. എനിക്ക് മനസ്സിലായി, पास्टर को समझ പൗലോസിനെ आया. മാസിഡോണിയയ്ക്ക് വിട്ടതുപോലെ पौलुस को मासिडोनिया में जैसा भेजा, ആ ദേശത്തിലെ ജനത്തെ उस देश के लोगों को ശക്തിയുടെ സ്രോതസ്സിനെ കുറിച്ച് പറയാൻ ദൈവം എന്നെ വിട്ടിരിക്കുക. शक्ति का श्रोता के बारे में कहने के लिए बुलाया भेजा है. ചെന്നിട്ട് പറഞ്ഞു, मैं वहां मीटिंग में जाके ഞാനിങ്ങനെ ദർശനം കണ്ടു, मैंने ऐसा एक दर्शन देखा എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, कि मैं आपको मदद करना चाहता हूँ, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. मैं आपको मदद करना चाहता हूँ, പക്ഷേ എന്നെക്കാട്ടിലും നല്ലൊരു സഹായകനെ ഞാൻ പരിചയപ്പെടുത്താം. लेकिन मुझसे भी एक अच्छा मददगार को मैं आपको पहचान करा के देता I हूँ, want to be a comforter for you. कि मैं तुम्हें आराम देना I चाहता हूँ, want to be an encourager for you. मैं तुम्हें धैर्य I देना चाहता really हूँ, want to be a helper for you. मैं तुम्हें मदद But I करना want to चाहता हूँ. introduce somebody who is greater. Hallelujah. लेकिन मैं ऐसे एक को पहचान कर दो जो मुझसे भी बड़े हैं. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, जब पवित्र आत्मा तुम पर നിങ്ങൾ आएगा, ശക്തി ലഭിച്ചിട്ട് जब तुम शक्ति को प्राप्त करेगा, ജെറുസലേമിലും जेरूसलम में आता ശമരിയയിലും യഹൂദിയയിലും शमरे में और यहूदी में, ഭൂമിയുടെ അറ്റത്തോളം पृथ्वी के अंत तक എന്റെ സാക്ഷികളാകും. मेरे गवाह बनेगा. When Holy Spirit come upon you, जब पवित्र आत्मा उतर आएगा, Bible says बाइबल कहता है you will receive power.
तुम्हें शक्ति You मिलेगा, will receive power. तुम्हें शक्ति मिलेगा। വർഷകമന എന്തിനുള്ള ശക്തി? किस चीज का शक्ति? ദീർഘദൂരം പോകാനുള്ള ശക്തി. एक लंबा सफर जाने की शक्ति। എല്ലാവരും പറഞ്ഞാട്ടെ, ദീർഘദൂരം പോകാനുള്ള मुंह खोल ശക്തി. के बोलो, लंबा सफर जाने ഈ की शक्ति। ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ അഭിഷേകം ദൈവമക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. इन दिनों में पवित्र आत्मा का असाधारण शक्ति आप पे उतर നീ आए। തോറ്റുപോയിടത്ത് तू जहाँ पराजित हुआ, ജയിക്കാനുള്ള ശക്തി. अब आराधा जीतने का शक्ति। നീ പരാജയപ്പെട്ടെടുത്ത് ജയിക്കാനുള്ള ശക്തി. तू जहाँ पराजित हुआ, जो जीतने നീ का शक्ति। നടന്ന് ക്ഷീണിച്ചിടത്ത് जहाँ तू चल चल के थक गया, ഒരു ബലം നിന്റെ മേൽ പകരട്ടെ. एक बल तुझ पे आने दे। എഴുന്നേറ്റ് നടക്ക്. उठ के चल, നിനക്ക് ദീർഘദൂരം പോകാനുണ്ട്. तुझे लंबा दौर जाना है। നിങ്ങൾക്കറിയാമോ, आपको पता है, രാവിലെ ഈ സ്വപ്നമൊക്കെ കണ്ട് ഞാൻ ഉണർന്നു. ये सपना देख के सुबह उठा। എന്നോട് എന്നെ കൊണ്ടുപോയ പാസ്റ്റർ പറഞ്ഞു, पास्टर जो लेके उन्होंने कहा, ലോക്കൽ പാസ്റ്റർ ഇപ്പൊ ഒരു 10:30 നമ്മളെ വിളിക്കാൻ വരും. ए लोकल पास्टर റെഡി ആയി आएगा, പറഞ്ഞു. तैयार होके ഒരു रहना। 10:30 ലോക്കൽ പാസ്റ്റർ ഒരു ബൊലീറോയുടെ ജീപ്പ് ഒക്കെ ഓടിച്ചു വന്നു. कि लोकल पास्टर 10:30 बजे आ गया, ഒരു ബൊലീറോ ജീപ്പ് ഒക്കെ ഓടിച്ചു. बोलेरो जीप। ഹല്ലേലൂയ. ഇദ്ദേഹം വന്ന് ജീപ്പിൽ ഇറങ്ങിയപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ ദർശനത്തിൽ കണ്ട അതേ മനുഷ്യൻ ഇറങ്ങി വരുന്നു. ये जब व्यक्ति आके जीप में उतरते हुए वही व्यक्ति को देखा जो मैंने दर्शन में ഞാൻ देखा। അത്ഭുതപ്പെട്ടു പോയി ദൈവക്കളെ. मुझे एक अचंबा लगा അതേ ഹൈറ്റ്, അതേ കളർ, അതേ മുഖം. ഹല്ലേലൂയ. कि वही हाइट, वही रंग और ഞാൻ वही പറഞ്ഞു, चेहरा। കർത്താവ്, ഇത് ഇയാൾ തന്നെയാണല്ലോ. परमेश्वर वही है എന്നെ സ്വപ്നത്തിൽ വന്ന് എന്നെ സഹായിക്കാൻ വിളിച്ചത്. कि मुझे सपना में आके मुझे मदद कर ഞാൻ बुलाया। കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് ഇയാൾക്കുള്ള പേഴ്സണൽ ദൂതാണോ? मैंने पूछा, परमेश्वर इनका पर्सनल दूध है क्या? അപ്പൊ കർത്താവിനോട് പറഞ്ഞു, അല്ല, ഇയാളുടെ ജനത്തിനുള്ള ദൂതാ. बोले, ഹല്ലേലൂയ. इनका नहीं, इनका ഈ लोगों के लिए, ജനതയ്ക്കുള്ള ദൂതാ. ये लोगों के लिए है। ഈ ജനതയ്ക്ക് എന്ത് ആവശ്യമാണ്? ये लोग क्या चाहता है? അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമാണ്. उन्हें पवित्र आत्मा की जरूरत है। ഭാരത സഭയ്ക്ക് എന്തിനെയാണ് ആവശ്യം? आमीन, आमीन, आमीन। भारत कलीसिया को किस चीज की जरूरत ഭാരത है? സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെയാണ് ആവശ്യം. आमीन, आमीन। भारत की कलीसिया को पवित्र आत्मा की जरूरत है। ഭാരത സഭയ്ക്ക് വേണ്ട അഡ്വക്കേറ്റ് कि भारत कलीसिया को जो एडवोकेट चाहिए, എല്ലാവരും പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവാണ്. वो पवित्र आत्मा है। ഭാരത സഭയ്ക്ക് വേണ്ട കൗൺസിലർ, भारत कलीसिया को चाहिए वो काउंसलर, എൻകറേജർ, जो धैर्य देने वाला, Helper, मदद करने वाला, comforter. कंफर्ट करने He is वाला, none other than Holy Spirit. और कोई नहीं, पवित्र आत्मा है। കരങ്ങളെ ശക്തമായി അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर धन्यवाद दे। ക്ഷീണിച്ചിരിക്കുന്നവനെ जो थका हुआ है, ശക്തി ധരിക്കുക. धैर्य हो जाओ। എങ്ങനെ ശക്തി ധരിക്കണം? कैसा शक्ति को पहनना है? പരിശുദ്ധാത്മാവിന്റെ ശക്തി. पवित्र आत्मा का शक्ति। ചിലര് ദീർഘയാത്രയ്ക്ക് ഒരുങ്ങിക്കോ. कुछ लोग लंबे दूरी के लिए तैयार हो जाओ। ജെറുസലേമിൽ തുടങ്ങാൻ പോകുക. जेरूसलम में शुरू അത് होगा, യഹൂദിയയിലേക്ക് പറക്കാൻ പോകുക. वो यहूदी में बढ़ेगा, അവിടെ കൊണ്ട് നിൽക്കത്തില്ലെന്ന്. वहां रुकेगा അത് नहीं, ശമര്യക്കകത്തേക്ക് കയറാൻ പോകുക. सामने के अंदर भी അവിടെ जाएगा, കൊണ്ട് തീരത്തില്ലെന്ന്. वहां भी समाप्त नहीं होगा, ഭൂമിയുടെ അറ്റത്തോളം പറക്കാൻ പോകുക. पृथ्वी के अंत तक जाएगा। ഭൂമിയുടെ അറ്റത്തോളം. हर एक मुंह खोल के बोला, पृथ्वी के अंत കിഴക്കോട്ട്, तक, കിഴക്കോട്ട്, കിഴക്കോട്ട്, दक्षिण की ओर, ആ, ഈസ്റ്റ്, ईस्ट की ओर, पूर्व की ओर, പടിഞ്ഞാറോട്ട്, പശ്ചിം പശ്ചിം की ओर പറക്കാൻ പോകുക. मैं पूर्व और पश्चिम की ओर बढ़ने वाला हूँ। പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും അഭിഷേകം പ്രാപിച്ചവൻ വ്യാപരിക്കാൻ പോകുക, വ്യാപിക്കാൻ പോകുക. चारों दिशा में जो अभिषेक पाया है वो बढ़ने वाला है। മശകമന രഗതൽ കടകശന്ദന. അന്ന് യേശു കർത്താവ് പറഞ്ഞത് ജെറുസലേമിൽ തുടങ്ങി യഹൂദിയ ശമരിയ ഭൂമിയുടെ അറ്റത്തോളം, അല്ലേ? उस दिन यीशु ने कहा कि जेरूसलम में शुरू होकर जेरूसलम से आगे बढ़ेंगे। ആ വാക്ക് നമ്മളോട് പറയുകയാണെങ്കിലോ, वो अगर हमसे कहेगा കർത്താവ് तो നമ്മളോട് പറയും ജെറുസലേമിൽ തുടങ്ങാൻ പറയത്തില്ല. परमेश्वर हमें नहीं बोले जेरूसलम में शुरू करो, പിന്നെ നമ്മൾ ജെറുസലേമിന് ഫ്ലൈറ്റ് പിടിച്ചു പോകേണ്ടി വരും. फिर हमें जेरूसलम फ्लाइट पकड़ के जाना होगा। കർത്താവ് പറയും മീരാ റോഡിൽ തുടങ്ങി परमेश्वर कहेगा मीरा रोड में शुरू करके, हमें തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ഒന്ന് പറക്ക്. कि दक्षिण में, पूर्व में, चारों बाजू में जरा बढ़ो। ആദ്യം എവിടെ തുടങ്ങണം? पहले कहाँ शुरू होना है? താനാ ഡിസ്ട്രിക്റ്റിൽ തുടങ്ങണം. ताना डिस्ट्रिक्ट में, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മൾ താനാ ഡിസ്ട്രിക്റ്റിൽ, ताना डिस्ट्रिक्ट പിന്നെ में। അങ്ങോട്ട് പറക്കണം. फिर कहाँ जाने का? അങ്ങോട്ട് ബോംബെക്കകത്തോട്ട് പറക്കണം. बॉम्बे की ओर, പിന്നെ നവി മുംബൈക്ക് പറക്കണം. फिर नवी मुंबई की പിന്നെ ओर, പാൽഘറിലോട്ട് फिर പറക്കണം. पालघर की ओर, പിന്നെ മഹാരാഷ്ട്രയുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും പറന്നോളാണ്. फिर महाराष्ट्र के हर एक डिस्ट्रिक्ट में बढ़ना है। മഹാരാഷ്ട്രയ്ക്ക് ഒത്തിരി ഡിസ്ട്രിക്റ്റ് ഉണ്ട് കേട്ടോ. महाराष्ट्र में बहुत सारे डिस्ट्रिक्ट ഇതൊരു है, മഹാരാഷ്ട്രയാണ്. एक बड़ा राष्ट्र है, ഇതിനകത്ത് ഓരോ ഡിസ്ട്രിക്റ്റിലും പോകണമെന്ന്. इसके हर एक डिस्ट्रिक्ट में जाना है। റെഡിയാണോ? आप तैयार है क्या? റെഡിയാണോ? तैयार है क्या? കഴിഞ്ഞ ദിവസം സുനിൽബ്രദറിനോട് പറഞ്ഞു, पीछे सुनील ब्रदर ने कहा, സുനിൽബ്രദറിന്റെ വണ്ടിയോട് എന്റെ വണ്ടിയോട് 2 വണ്ടിയും എടുത്ത് നമ്മുടെ കുറെ പിള്ളേരെ കയറ്റിയിട്ട് നമുക്ക് എല്ലാ മാസവും ഓരോ ഡിസ്ട്രിക്റ്റിൽ പോകണം. റെഡിയാണോ? कि सुनील ब्रदर ने बोला कि सुनील ब्रदर को गाड़ी है, पास्टर को गाड़ी है, उसमें सबको भर के हर महीने में एक एक डिस्ट्रिक्ट में जाना है। ഓരോ ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് സഭകൾ സന്ദർശിച്ചിട്ട്
നമുക്കൊരു ശക്തിയെ കുറിച്ചറിയാം. ആ ശക്തിയുടെ Amen. പകർച്ച Amen. അവിടെ Amen. ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. बोला कि हमें एक शक्ति को बारे में पता है, उस शक्ति के बढ़ोतरी उनको बताना है. ഒറീസക്കാരൻ നമ്മളെ വിളിച്ചതുപോലെ जैसे ओडिशा वालों ने हमें बुलाया മഹാരാഷ്ട്രയുടെ ഓരോ ഡിസ്ട്രിക്റ്റും വിളിക്കുക കേട്ടോ. कि महाराष्ट्र हर एक डिस्ट्रिक्ट बुला എന്താ रहा है. വിളിക്കുന്നതെന്ന് അറിയാമോ? क्या बुला रहे हैं? അവര് പറയുന്നത് എന്താണെന്നറിയാമോ? वो क्या कहता है? ഞങ്ങൾക്ക് ഒത്തിരി ദൂരം പോകണം. हमें बहुत दूर जाना है. അത് നമ്മുടെ മാത്രം വിളിയല്ല, ഭൂമിയുടെ അറ്റത്തോളം പോകുക എന്നുള്ളത്. क्योंकि केवल हमें ही नहीं बुलाया, दुनिया के अंत ഓരോ तक जाना है. ഗാവിലിരിക്കുന്ന ദൈവ പൈതലിന്റെ വിളിയാണത്. कि हर एक गांव में बैठे हुए परमेश्वर के बच्चों का बुलावट है. അല്ലാതെ ബോംബെ പാർക്കുന്നവരോട് മാത്രമല്ല കർത്താവ് പറഞ്ഞത് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ. केवल मुंबई में रहने वालों को ही नहीं बोला है. ആ ട്രൈബൽ വില്ലേജിൽ അടയ്ക്കപ്പെട്ട അതിരുകൾക്കകത്ത് ഒതുങ്ങിപ്പോയി അവരോട് കർത്താവ് പറയുന്നു ഭൂമിയുടെ അറ്റത്തോളം പോകാൻ. वो आदिवासियों में जो फंसा हुआ उनको भी परमेश्वर कहते हैं कि दुनिया के अंत तक जाना പക്ഷേ है. അവർക്ക് ശക്തിയില്ല, लेकिन उनमें शक्ति नहीं അവർക്ക് है. പവർ ഇല്ല उनमें നടക്കാൻ. बल नहीं है चलने में. അവർക്ക് പവർ കിട്ടണമെങ്കിൽ अगर उन्हें शक्ति बल चाहिए तो അവരെ ശക്തീകരിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. उन्हें शक्ति देने वाला शक्ति है पवित्र आत्मा. റെഡിയാണോ? तैयार है क्या? റെഡിയാണോ? നമ്മളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാം. हम एक बार प्रार्थना करके शुरू करें. കർത്താവ് മഹാരാഷ്ട്രയുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പോകണം. मैं कहता हूं परमेश्वर महाराष्ट्र का हर एक അത് डिस्ट्रिक्ट में जाना है. കഴിഞ്ഞിട്ടോ उसके കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോകണം. उसके बाद इंडिया के हर एक स्टेट में जाना है. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ ആകാതെ. उसके बाद हम इंटरनेशनल जाएंगे. ഇതൊന്ന് തീരട്ടെ അല്ലേ? पहले ये तो सोच जाए, നമുക്കെല്ലാം ആദ്യം ഇന്റർനാഷണൽ ആകണം. हमें पहले इंटरनेशनल बनना है. ഇതാ വചനത്തിന്റെ വ്യവസ്ഥ. लेकिन वचन का व्यवस्था ये है, ആദ്യം ജെറുസലേമിൽ തുടങ്ങണം. पहले जेरूसलम में शुरू എന്ന് होना പറഞ്ഞാൽ है. സ്വന്തം വീട്ടിൽ തുടങ്ങണം. उसका अर्थ है कि खुद के घर में शुरू സ്വന്തം करना है, ബിൽഡിംഗിൽ തുടങ്ങണം. खुद के बिल्डिंग में शुरू करना സ്വന്തം है, ലൊക്കാലിറ്റിയിൽ തുടങ്ങണം. खुद के लोकेलिटी में शुरू എന്നിട്ട് करना है. അയൽപക്കത്തെ ഗ്രാമങ്ങളിൽ പോകണം. उसके बाद पड़ोस के गांव में जाना है. എന്നിട്ട് അടുത്ത ഡിസ്ട്രിക്റ്റുകളിൽ പോകണം. उसके बाद अगले डिस्ट्रिक्ट में ഈ जाना है. വലിയ ആ ഒരു വിളി എത്ര പേർ സ്വീകരിക്കും? ये जो बुलावट कितने लोग स्वीकार നിങ്ങൾ പറഞ്ഞിട്ട് करेंगे? എന്നെ അയക്കണം കർത്താവേ. तुम बोलो परमेश्वर मुझे അടിയനെ भेजो. അയക്കണമേ. परमेश्वर ഞാൻ പോകാം. मैं जाने को तैयार हूँ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് പറഞ്ഞു, पिछले दिनों एक घर में അങ്ങനെ कहा പോണെങ്കിൽ ആരോഗ്യം വേണം. ऐसे जाने के लिए तंदुरुस्ती കർത്താവ് चाहिए. ആരോഗ്യം തരാൻ പ്രാർത്ഥിക്കണം. परमेश्वर तंदुरुस्ती देने के लिए प्रार्थना करना है. കർത്താവേ, എനിക്ക് മുട്ടുവേദനയും ഈ ഷുഗറും പ്രഷറും കൊണ്ടൊന്നും പോകാനൊക്കത്തില്ല, എന്നെ സൗഖ്യമാക്കി കർത്താവേ. आपको कहना है परमेश्वर शुगर प्रेशर से बीमारी से मैं नहीं जा सकते, ഞാൻ- मुझे तू चंगा कर. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. कि पास्टर ने काफी बार बोला हुआ बात है. കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ നമ്മൾ പഠിക്കണം. परमेश्वर से कुछ प्राप्त करने में सीखना है. എന്ത് ചെയ്യണം? क्या कहना है? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കിങ്ഡം ഓഫ് ഗോഡ് കൊണ്ടുവരണം. आपने जो प्रार्थना विषय उसमें परमेश्वर के राज को लाना യേശു है. പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാ. യേശു यीशु ने जो पढ़ाया उस प्रार्थना क्या था? പ്രാർത്ഥന പഠിപ്പിച്ചത്. यीशु ने क्या पढ़ाया? ഫസ്റ്റ് സെന്റൻസ് എന്താ? पहला संदेश क्या है? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം वरना में എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബാക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ നിന്റെ രാജ്യത്തിന് വേണ്ടിയാ. कि उसका अर्थ यह है कि परमेश्वर स्वर्ग तेरा राज स्वर्ग में जो भी प्रार्थना करे तेरे राज के लिए है. മുട്ടുവേദന മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ आप जब दर्द घुटने का दर्द जाने ഞാൻ में प्रार्थना करते हैं, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് कैसे പറഞ്ഞു. प्रार्थना करना है? കർത്താവിന്റെ മുട്ടുവേദന മാറണം. परमेश्वर मेरा घुटने का दर्द जाना है, നീ കണ്ടില്ലയോ കർത്താവേ? तू मेरा दर्द देखा. ഹല്ലേലൂയ. എനിക്കൊന്ന് ഇരിക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഇങ്ങനൊന്നും അല്ല ऐसा പ്രാർത്ഥിക്കുന്നത്. नहीं बोलना कि मुझे उठने को നിങ്ങൾ नहीं हो रहा പ്രാർത്ഥിക്കണം, चढ़ने. കർത്താവേ तुम्हें प्रार्थना करना है. എനിക്ക് അടുത്ത മാസം നാഗ്പൂരിൽ പോകേണ്ടതാ. परमेश्वर मुझे अगले महीने नागपुर जाना है. വെച്ചോണ്ട് ഞാൻ എങ്ങനെ പോകും? ये घुटने का दर्द क्या में कैसे മുട്ട് आएगा? റെഡി ആയിക്കോണം കേട്ടോ. मेरा घुटना दर्द सही होना है. ഓടേണ്ടതാ. अबे तुझे जानना है. കലമാനിനെ പോലെ പേടമാനിനെ പോലെ എനിക്ക് ഓടേണ്ടതാ. मुझे मान हिरोन के समान चलना है, दौड़ना എനിക്ക് है. വേണ്ടി നീ ഒരുക്കിയ വാഗ്ദത്തങ്ങളുടെ ഗിരികളുണ്ട്. ഹല്ലേലൂയ. तूने जो मेरे जो दिया है वो वादों का ऊपर എനിക്ക് വേണ്ടി ഒരുക്കിയ ഗിരികൾ, പർവ്വതങ്ങളുണ്ട്. मेरे लिए तैयार किया हुआ पहाड़ എന്റെ है. പർവ്വതമുണ്ട് കേട്ടോ. मेरा एक पहाड़ എന്റെ है. അവകാശങ്ങളുണ്ട് കേട്ടോ. मेरा हक है. എന്റെ വാഗ്ദത്തങ്ങളുണ്ട് കേട്ടോ. मेरा वादा ഞാൻ है. ജനിക്കുന്നതിന് മുമ്പ് मैं जन्म होने से എന്നോട് पहले പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. मुझसे कहा हुआ वादा എന്നിട്ട് है. പറഞ്ഞിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് मैं जन्म होने से पहले എന്നോട് പറഞ്ഞ ദൂതുണ്ട്. मुझसे कहा हुआ वाणी അമ്മയുടെ है. ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ माँ के कोख में था तभी എനിക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമുണ്ട്. मेरे लिए एक वादा था. ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ वो वादा पूरा होना है तो ഈ രോഗം എന്റെ മേൽ ഇരിക്കാൻ പാടില്ല. ये बीमारी मेरे पे नहीं होना चाहिए. എന്തുകൊണ്ട് ഞാൻ സൗഖ്യമാകണം? क्यों मुझे चंगा होना ദൈവ है? രാജ്യത്തിനു വേണ്ടി, परमेश्वर के राज के അവന്റെ लिए, രാജ്യത്തിനു വേണ്ടി ഓടുവാൻ, उसके राज के लिए भागने के लिए, ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ दुनिया के अंत तक जाने के लिए ആത്മബലം മാത്രം എനിക്ക് പോരാ.
ആത്മബലം മാത്രം എനിക്ക് പോരാ, आत्मा का बल ही नहीं, അഭിഷേകം മാത്രം എനിക്ക് പോരാ, अभिषेक ही नहीं, എന്റെ ശരീരത്തിന് ഒരു മിഷണറി ഫിറ്റ്നസ് തരണം. मेरे शरीर में एक मिशनरी का फिटनेस देना चाहिए. മിഷണറി ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? मिशनरी फिटनेस का अर्थ क्या है? ചില ദൈവദാസന്മാരെ അറിയാം, मैं कुछ परमेश्वर के दासों को जानता हूँ, അവർക്ക് പ്രത്യേക ഫിറ്റ്നസ്. उनके खास फिटनेस है. ലോകത്തിൽ എവിടെ പോയാലും ഏത് ഭക്ഷണം കഴിച്ചാലും അവരുടെ വയറ്റിനൊരു കുഴപ്പമില്ല. दुनिया में किधर भी जाए कोई भी भोजन खाए उसका पेट में कोई खराबी नहीं ദൈവം होता. അവനെ ലോകം മുഴുവൻ അയച്ചത് കഴിപ്പിക്കാൻ വേണ്ടി ഫിറ്റ് ആക്കി വിട്ടിരിക്കുക. उसको परमेश्वर की दुनिया किधर भी भेजेगा तो खाने पे फिट किया है, കഴിക്കുന്നതിലൊരു ഫിറ്റ്നസ്. कि खाने में एक फिटनेस. ലോകത്തിൽ ഏത് ചൂടുള്ള കാലാവസ്ഥ പോയാലും അവന് കുഴപ്പമൊന്നുമില്ല. दुनिया कोई भी गर्मी की अवस्था में जाएगा तो उसको कोई तकलीफ नहीं. മിഷണറി ഫിറ്റ്നസ്. एक मिशनरी फिटनेस. എക്സ്ട്രീം തണുപ്പിലാണെങ്കിലും പുള്ളിക്കൊരു വിഷയമല്ല. बहुत ज्यादा ठंडी में तो भी उसे कोई दिक्कत नहीं. മിഷണറി ഫിറ്റ്നസ്. एक मिशनरी फिटनेस. എന്തും കഴിക്കാൻ ഏത് കാലാവസ്ഥയിലും ജീവിക്കുവാൻ ഒരു ഫിറ്റ്നസ് യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചോദിച്ചാട്ട് कि कोई भी कुछ भी खाने के लिए कोई भी अवस्था में रहने के लिए एक परमेश्वर के फिटनेस मांगो. എന്തിനാ വേണ്ടിയാ? क्यों? ദൈവരാജ്യത്തിന് വേണ്ടി. परमेश्वर के राज के കർത്താവ് लिए ബലം നൽകുമെന്ന്, परमेश्वर बल देगा, കർത്താവ് ശക്തി നൽകുമെന്ന്. परमेश्वर शक्ति देगा. എനിക്കൊരു ദൈവദാസനെ അറിയാം. परमेश्वर के दास एक दास को जानता है, അദ്ദേഹം ബേസിക്കലി അമേരിക്കയിലാണ് वो താമസിക്കുന്നത്. अमेरिका में रहता है, അദ്ദേഹം എസിയിലാണ് അവിടെ കഴിയുന്നത്. वहाँ एसी में रहता പക്ഷെ है, വർഷത്തിൽ ഒരു 6 മാസം അദ്ദേഹം ഇന്ത്യയിലാണ്. लेकिन साल में 6 महीने इंडिया में रहता है. ഇദ്ദേഹം വരാൻ തെരഞ്ഞെടുക്കുന്ന സമയം ഏതാണെന്നറിയോ? ഏതാ? वो कौन सा महीना चुनता है? ഇന്ത്യയിലെ തണുപ്പ് കാലം എന്ന് പറയും. आप बोले इंडिया में जब അങ്ങനെ ठंडी അല്ല रहता കേട്ടോ. है. नहीं, അദ്ദേഹം എപ്പോഴും ഇന്ത്യ വരുന്നത് ഇന്ത്യയിലെ സമ്മർ സീസണില്ല. वो हमेशा समर सीजन में आता है. എനിക്കറിയാവുന്ന ദേവദാസനാ, पास्टर ने जानता है, നല്ല പ്രായമുണ്ട്, अच्छा उम्र है उन्हें, പക്ഷെ നല്ല ചൂട് സീസണില്ല. बहुत गर्मी के मौसम में എല്ലാ ഗ്രാമങ്ങളിലും അദ്ദേഹം പോകും. कि इंडिया के सारे ग्राम में ഇങ്ങനെ जाता വിശർത്ത് है. ഒഴുകി ചുമന്ന കളറാകും പുള്ളി, അങ്ങ് എന്താ പറയുക, ചെമ്മീൻ പുഴുങ്ങിയതുപോലെ वो पूरा लाल लाल बन जाते हैं, ചൂടടിച്ചങ്ങ് പുഴുകും പുള്ളി. वो गर्मी से पूरा लाल लाल हो जाता है. അച്ഛൻ ഇഷ്ടംപോലെ പൈസ ഇല്ലേ, അച്ഛൻ അമേരിക്കയിൽ എ സി കിടക്കുന്നില്ലേ, ഇവിടെ അച്ഛൻ എ സി വണ്ടിയിലൊക്കെ പോകത്തില്ല, അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. वो देखो उसके पास बहुत पैसा है, वो एसी गाड़ी में सब नहीं जाता है. പേഴ്സണലി അറിയാവുന്ന ദേവദാസനാ, व्यक्तिगत तौर पे जानता है, ട്രെയിനെ കയറി वो साधारण ट्रेन जाके ഇന്ത്യ മുഴുവൻ ഓടി നടക്കും. इंडिया पूरा वो चलता है. മിഷണറി ഫിറ്റ്നസ്സാ. वो मिशनरी फिटनेस है, കാരണം ദൈവം അങ്ങനെ അങ്ങ് പണിതേക്കുക കേട്ടോ. परमेश्वर वैसे उन्हें बनाया है. ചൂടടിച്ചാലും പുള്ളിക്ക് കുഴപ്പമില്ല, തണുപ്പടിച്ചാലും കുഴപ്പമില്ല. उसने घर में ठंडी का कोई फर्क नहीं पड़ता. നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങാൻ പറ്റുമോ? क्या आप प्रार्थना करना शुरू കർത്താവേ, करेगा? എനിക്ക് ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ടതാ. परमेश्वर मुझे पृथ्वी के अंत तक जाना है. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എനിക്ക് വാഗ്ദത്തമുണ്ട്. माँ के कोख में मुझे वादा मिला है വഴിയിൽ വെച്ച് വാഗ്ദത്തം വീണു പോകത്തില്ലെന്ന്. कि रास्ते में वादा छूट नहीं जाएगा. ജെറമ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലേ, जर्मिया बोल के एक इंसान था. ജെറമ്യാവിനോട് ദൈവം എന്താ പറഞ്ഞത്? जर्मिया से परमेश्वर ने क्या कहा? അമ്മയുടെ ഉദരത്തിൽ തന്നെ तेरी माँ के कोख में ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, मैंने तुझे चुना, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു, मैं तुझे अभिषेक किया, ഞാൻ നിന്നെ നിയോഗിച്ചു. मैं तुझे चुना, തെരഞ്ഞെടുത്തു, चुना, അഭിഷേകം ചെയ്തു, अभिषेक किया, ഓർഡിനേഷനും കൊടുത്തു. तुझे ऑर्डिनेशन दिया. ജെറമ്യാവിന് എവിടെ ഓർഡിനേഷൻ കിട്ടിയത്? कि जर्मिया को कहाँ ऑर्डिनेशन मिला? ജെറമ്യാവിന് എവിടെ ഓർഡിനേഷൻ उसे കിട്ടിയത്? कहाँ ऑर्डिनेशन मिला? ജെറമ്യാവിന് അമ്മയുടെ ഗർഭത്തിലാണ് ഓർഡിനേഷൻ കിട്ടിയത്. जर्मिया को माँ के कोख में ऑर्डिनेशन मिला. മനുഷ്യന്റെ ഓർഡിനേഷൻ അല്ല, इंसान का ऑर्डिनेशन ദൈവം नहीं, കൊടുത്ത ഓർഡിനേഷൻ. परमेश्वर ने दिया. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, अपोस्तल पौलुस ने कहा, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, गलाती में इस प्रकार का, മനുഷ്യനാലല്ല, इंसान से नहीं, മനുഷ്യരാലല്ല, इंसान से नहीं, ക്രിസ്തുയേശുവിനാൽ यीशु मसीह के द्वारा. അപ്പോസ്തലനായ പൗലോസ്. अपोस्तल जो पौलुस है, ഹലോ, നമ്മെ തെരഞ്ഞെടുത്തത് ആരാ? हमें किसने चुना है? നമ്മെ നിയോഗിച്ചത് ആരാ? हमें किसने नहीं? നമ്മെ അഭിഷേകം ചെയ്തത് ആരാ? हमें अभिषेक किसने किया? മനുഷ്യനല്ല, इंसान ने नहीं, സംഘടനയല്ല. एक संस्था പിന്നെ नहीं. ആരാണെന്ന് അറിയാമോ? फिर कौन है पता है? ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, हर एक जन कहे, എന്റെ കർത്താവ്. मेरा परमेश्वर. ഇത് കേട്ടപ്പോൾ ജെറമ്യാവ് പറഞ്ഞു, ये सुन के जर्मिया ने कहा, ഞാൻ ബാലനാണ്. मैं बच्चा हूँ. കർത്താവ് പറഞ്ഞു, परमेश्वर ने നീ कहा, ബാലനാണെന്ന് നീ പറയരുത്. तू बच्चा है बोल के मत बोल. ഈ ചരിത്രം പറയുന്നത് इतिहास कहता है, ജെറമ്യാവിനെ തിരഞ്ഞെടുത്തപ്പോൾ जब जर्मिया को चुना, അവന് 17-20 വയസ്സിന്റെ ആസ്പാസേ ഉള്ളായിരുന്നു. वो 17 से 20 साल के आसपास था. 17, 20, 21 ഈ റേഞ്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ 17 से 21 साल के आसपास. ചെറുപ്പക്കാരൻ, വിവാഹിതൻ. एक नौजवान, വേദപുസ്തകത്തിൽ അങ്ങനെ ചില ചെറുപ്പക്കാരുണ്ട് കേട്ടോ. बच्चे में ऐसे एक नौजवान है പ്രായമൊന്നുമല്ല വിഷയം, कि उम्र विषय नहीं है. യെരമ്യാവ് മാത്രമല്ല, सिर्फ जर्मिया ही नहीं, ഹല്ലേലൂയ, തീമോഥെയോസ് तिमुथियुस 21-ാമത്തെ വയസ്സിൽ जब वो 21 साल का था, എഫെസോസ് സഭയുടെ ബിഷപ്പായി മാറിയ തീമോഥെയോസ്. एफेसस कलीसिया का बिशप बन गया. ഹല്ലേലൂയ. അങ്ങനെ കുറെ ചെറുപ്പക്കാരുണ്ട്. ऐसे कुछ नौजवान हैं. ഫിലിപ്പോസ് फिलिपोस
വിവാഹം പോലും നടന്നില്ല. उसकी शादी भी नहीं हुआ था, ചെറുപ്പമായിരുന്നു. नौजवान था. പക്ഷെ അവൻ ശമരിയ പട്ടണത്തെ ഇളക്കി മറിച്ചു. उस शमरिया के शहर को हिलाया. ഹല്ലേലൂയ. ശരിയാണ് ഞാൻ പറഞ്ഞത്? सही है कि नहीं? അതുപോലൊരു ചെറുപ്പക്കാരൻ ജെറമ്യാവ്. वैसे एक नौजवान यिर्मयाह, അമ്മയുടെ ഗർഭത്തിലെ അഭിഷേകം കിട്ടിയതാ കേട്ടോ. माँ के कोख में अभिषेक मिला. ഞാനൊരു കാര്യം പറയട്ടെ. मैं भी एक बात कहता हूँ, ജെറമ്യാവ് ജീവിച്ച കാലഘട്ടത്തെ കുറിച്ച് പഠിക്കണം. यिर्मयाह ने जो जिया उस दौर को सीखना है. മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം ഇൻ ജൂയിഷ് ഹിസ്റ്ററി. यहूदियों के इतिहास में सबसे तकलीफ से भरा हुआ ഒരു समय സൈഡ് था. ജനം മുഴുവൻ പാപത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം. एक से जहाँ सब लोग जो पाप में जा रहा था, ചുറ്റും ശത്രുവിന്റെ സാമ്രാജ്യങ്ങൾ പ്രബലമാകുന്ന സമയം. और दूसरे बाजू शत्रु जो है एकदम प्रबल हो रहा था. He came to the earth on a crucial time of history. वो एक खास समय इतिहास में वो आया. കർത്താവ് പറയാ, परमेश्वर कहता है, നിന്നെ അമ്മയുടെ ഗർഭം മുതൽ ഞാൻ തിരഞ്ഞെടുത്തത്. तेरी माँ के कोख से मैंने तुझे चुना. ദൈവം നിങ്ങളോട് ചിലരോട് പറയുക, परमेश्वर तुम में से कुछ लोगों को कहता है ചുറ്റും ചില ചരിത്രങ്ങൾ സംഭവിക്കുമ്പോൾ, कि चारों बाजू जब ലോക इतिहास चलता है, ചരിത്രത്തിൽ ചിലർ എഴുന്നേറ്റ് വരുമ്പോൾ, कि दुनिया के इतिहास में कुछ लोग उठ ലോക के आता है, ചരിത്രത്തിൽ ചില ശക്തികൾ എഴുന്നേറ്റ് വരുമ്പോൾ, दुनिया के इतिहास में जब कुछ शक्ति അതിന്റെ आता है, നടുവിലും പ്രോഫറ്റിക് അനോയിന്റിങ്ങോടെ उसके बीच में भविष्यवाणी के ചില अभिषेक के साथ, ഉദരങ്ങൾക്കകത്തുനിന്ന് സ്വർഗം ചിലതിനെ പിക്ക് ചെയ്യുകയാ. कि सर कुछ कोख में से कुछ लोगों को उठा रहा है. വിശ്വാസമുണ്ടോ? विश्वास है कि नहीं? ജെറമ്യാവിന്റെ കാലം, यिर्मयाह के समय കാലം ഏതാണെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. कैसा समय था उसमें लिखा है. ആ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പഠിക്കുമ്പോൾ उस किताब का पहला अध्याय का जब दूसरे आयत पढ़ता है, ജെറമ്യാവിന്റെ കാലത്തെ കുറിച്ചൊരു വിവരണം അവിടെയുണ്ട്. यिर्मयाह के दौर के बारे में कहता है. എന്താ വിവരണം എന്നറിയാമോ? क्या कहता है? ഹല്ലേലൂയ. യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത്, ഏത് കാലത്താ? आमोन राजा जो था योशुआ का ആമോൻ समय, രാജ का बेटा യോശിയ का समय में, ഹല്ലേലൂയ, യോശിയാവിന്റെ കാലത്ത്. ഇനി ഒരു ഇൻഫർമേഷൻ കൂടെ പറയുക, അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ, उसके जो 13वां साल में, നിങ്ങൾക്ക് എന്താ മനസ്സിലായി? യോശുവ രാജാവ് ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? योशुआ राजा राज करके कितना साल हुआ? 13 വർഷമായി. 13 साल. അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ, उसका राज का 13वां साल में, പറഞ്ഞതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പറഞ്ഞതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. वो कहने की खासियत है. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കണം, അങ്ങനെയാണെങ്കിൽ നോക്കണം. ऐसा तो देखना है. ജോഷിയ രാജാവിന്റെ വയസ്സ് എത്രയായെന്ന്. जोशुआ राज का उम्र ജോഷിയ कितना है? രാജാവ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ പ്രായം എത്രയാണെന്ന് അറിയാമോ? आपको पता है योशुआ जब राज किया तो उसका उम्र कितना है? എത്ര വയസ്സില്ല? ധൈര്യമായിട്ട് പറഞ്ഞു, തെറ്റിയാലും കുഴപ്പം. ഉറച്ചു പറഞ്ഞേ, തെറ്റിക്കോട്ടെന്ന്. 7 സ്വല്പോട് വ്യത്യാസമുണ്ട്. 8 വയസ്സ്. എത്രയാണ്? 8 വയസ്സ്. 8 साल. 8 വയസ്സുള്ള ഒരു ചെറുക്കൻ രാജാവായിരിക്കുക. 8 साल का एक लड़का राजा बन के बैठा है. 13 വർഷം കഴിഞ്ഞപ്പോൾ അവൻ എത്ര വയസ്സായി? 13 साल के बाद उसको कितना साल हुआ? 20 അല്ലെങ്കിൽ 21 വയസ്സ്. 20 नहीं तो 21. ഓക്കെ, 20-21 വയസ്സുള്ള ചെറുപ്പക്കാരനാകുന്ന ഒരു രാജാവ്, कि 20-21 साल का एक नौजवान राजा, അവന്റെ പേര് യോഷിയാവ്. उसका नाम योशिया. അതേ സമയത്ത് उसी समय 20-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കർത്താവ് വിളിച്ചിട്ട് പറയുക, उसी समय 20-21 साल का एक लड़का അമ്മയുടെ को बुला कर दे, ഗർഭത്തിൽ വെച്ച് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. तेरे माँ के कोख में मैंने तुझे चुना है. എല്ലാവരും പറഞ്ഞാട്ടെ, आप मुंह खोल के बोले കാലത്തേക്ക് ദൈവം തെരഞ്ഞെടുത്ത ചിലതുണ്ട്. कि इस दौर के लिए परमेश्वर चुना हुआ അമ്മയുടെ कुछ है. ഗർഭത്തിൽ ദൈവം പിക്ക് ചെയ്ത ചിലതുണ്ട്. माँ के कोख में परमेश्वर ने किया 2 कुछ है. ചെറുപ്പക്കാർ, 2 नौजवान, ഒരു ചെറുപ്പക്കാരനായ രാജാവ്, एक नौजवान राजा, ഒരു ചെറുപ്പക്കാരനായ പ്രോഫറ്റ്. एक नौजवान भविष्यद्वक्ता. 20-21 വയസ്സുള്ള ചെറുപ്പക്കാർ, दोनों 20-21 साल का ഞാൻ नौजवान. പറഞ്ഞല്ലോ, ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സമയമാണത്. मैंने कहा कि इतिहास के खास समय था, ഇങ്ങനെ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും ക്രൂഷ്യൽ ടൈം ആണത്. कि दुनिया के इतिहास में सबसे खतरनाक समय था. ഈ ഇസ്രായേലിനെ യഹൂദിയൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പുറത്തൊരു രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ये इनको पकड़ने के लिए वो दूसरे बाजू में एक राज तैयार हो रहा है. നെബൂഖദ്നേസറിന്റെ അപ്പൻ, ഹല്ലേലൂയ, नेबुकदनेस्सर का जो पिता है, ബാബിലോണിന്റെ വലിയ സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. बाबुलोन का बहुत बड़ा राज को स्थापित कर रहा है. നാളെ ഈ ദേശത്തെ അവർ പിടിച്ചെടുക്കാൻ പോകുക. कल इस देश को पकड़ने वाला है. ഒരിടത്തൊരു സാമ്രാജ്യം ഒരുങ്ങുമ്പോൾ एक जहाँ पे एक राज्य बन रहा है, ഇപ്പുറത്തൊരു രാജാവും പ്രോഫറ്റും ഒരുങ്ങുകയാ. यहाँ एक राजा और एक भविष्यद्वक्ता तैयार हो रहा है. ദൂതിന്റെ അർത്ഥം കേൾക്കുന്നുണ്ടോ? आपको अर्थ समझ में आ रहा है? ജെറമ്യാവിനോട് ദൈവം പറയും, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നിന്നെ തെരഞ്ഞെടുത്തതാ. माँ के कोख में तुझे चुना है. ഈ രാജാവിന്റെ കാര്യമോ? ये राजा के बारे में, ഹല്ലേലൂയ, ഈ രാജാവിന് ഒരു പ്രത്യേകതയുണ്ട്. इस राजा की एक खासियत है, ഇവനെ അമ്മയുടെ ഗർഭത്തിൽ ദൈവം തെരഞ്ഞെടുത്തതാ. इसको भी माँ के कोख में चुना है. ഗർഭത്തിൽ വെച്ചല്ല,
कोख में नहीं। ഈ രാജാവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ये राजा जन्म होने से सालों ഒരു पहले പേരറിയാത്ത പ്രവാചകൻ ये बिना नाम का एक ഇവന്റെ भविष्यवाणी, പേര് വിളിച്ചൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്. इसके नाम के साथ एक भविष्यवाणी दिया है। ഞാൻ പറഞ്ഞിട്ട് എന്റെ വാഗ്ദത്തങ്ങൾ, बोलो मेरा वादा, എന്റെ അവകാശങ്ങൾ मेरा हक, ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാ. मेरा जन्म से पहले हमें കേട്ടോ, വിട്ടുകൊടുക്കരുത്. നീ ജനിക്കുന്നതിന് മുമ്പ് तू जन्म होने से നിന്നെ पहले കുറിച്ച്, तेरे बारे में, നിന്റെ തലമുറയെ കുറിച്ച് तेरे पीढ़ी के बारे സ്വർഗ്ഗ में പദ്ധതി എഴുതിയിട്ടുണ്ടെങ്കിൽ स्वर्ग ने ഓ, ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ. आप धैर्य से बोलो, ശകവന രഗതൽ ഘടക ശംതന, ആ അഭിഷേകം എന്നെ പുറത്തു കൊണ്ടുവരുന്നു. वो अभिषेक मुझे बाहर लाएगा। ഈ യോശിയാവിനെ കുറിച്ചൊരു ദൂതുണ്ട്. ये योशिया के बारे में एक भविष्यवाणी है। നൂറ്റാണ്ടുകൾക്ക് മുമ്പ് सालों पहले 1 രാജ 13:2 ഒന്ന് വായിച്ചു നോക്കിക്കേ. एक राजा 13 का 2 जरा पढ़िए। 13:2 1 രാജ 13:2 ആ ഉസ് ആ ആ ഒരു ബലിവേദിയെ നോക്കിയിട്ട് ഒരു പ്രവാചകൻ വന്ന് ദൂത് പറയുക. एक बलिवादी को देख के एक भविष्यता की भविष्यवाणी दे रहे, യാഗപീഠമേ, യാഗപീഠമേ, ये वेदी വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. यहोवा इस प्रकार कहता है, ആ. ദാവീദിന്റെ കുലത്തിൽ നിന്ന് दाऊद के कुल से ആ, യോശിയാവ് എന്ന പേരിൽ ഒരു ചെറുക്കം വരും. योशिया नाम से एक लड़का आएगा। ആ. ആമേൻ. ആ, ഈ യാഗപീഠത്തെ തകർക്കാൻ, ഏത് യാഗപീഠത്തെ? പൈശാചികമായി പണിതിരിക്കുന്ന ബഥേലിലെ ഒരു യാഗപീഠത്തെ തകർക്കാൻ ദാവീദിന്റെ വംശത്തിൽ നിന്നൊരു ഒരു രാജാവ് വരുമെന്ന്. ഹല്ലേലൂയ. ये जो बोलते ना कि शैतानी बलि चढ़ाने वाला बलिपीठ को नाश करने के लिए दावीद के कुल से एक भविष्य एक लड़का आएगा। ദാവീദിന്റെ വംശത്തിൽ നിന്നൊരു രാജാവ്, അവന്റെ പേരാണ് യോശിയാവ്. ये दावीद के वंश से एक राजा। ഹല്ലേലൂയ. हालेलुया। കേൾക്കുന്നുണ്ടോ? आप सुन रहे? ഒരു രാജാവ് എഴുന്നേറ്റ് വരുമെന്ന്. एक राजा उठ के आएगा। ജെറമ്യാവിനെ മാത്രമാണ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കണ്ടത്? क्या जर्मिया को माँ के कोख में देखा? അല്ല, ജെറമ്യാവിന്റെ കാലത്തെ രാജാവിനെയും കണ്ടതാ. जर्मिया के दौर का राजा को भी देखा। ദൂത് പറഞ്ഞത് അവനെ കുറിച്ച്. भविष्यवाणी उसके बारे में। രാജ 13-ാം അധ്യായത്തിൽ एक राजा 13 में ദൂത് നിവർത്തിക്കുന്ന എവിടെയാ? वो पूरा कब होता है? 2 രാജ 22-ാം അധ്യായത്തിലാ. कि 2 राजा 22 में। അതിന്റെ ഇടയ്ക്ക് ഒത്തിരി രാജാക്കന്മാർ വന്നു. उसके पीछे बहुत राजा आए। നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്റെ പേര് വിളിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, कि अगर सालों पहले तेरा नाम बुला के भविष्यवाणी दिया है तो, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ, तू परमेश्वर की योजना का हिस्सा है तो ഹല്ലേലൂയ, ധൈര്യമായിട്ട് പറഞ്ഞോ. धैर्य के साथ के ശകബന രഗതൽ ഖഡഗശ്ശനെ. ഈ യോശിയ രാജാവിനെ കുറിച്ച് വേദോസം എന്താ പറഞ്ഞെന്നറിയാമോ? योशी राजा के बारे में वचन क्या कहता है? അവൻ തന്റെ പിതാവായ वो उसका पिता, ദാവീദിന്റെ വഴിയിലൊക്കെ നടന്നു. वो उसका पिता दावीद के मार्ग पे चला। ദാവീദിന്റെ പ്രത്യേകത എന്താ? दावीद की खासियत क्या है? അതൊരു പ്രത്യേകതയാ. वो एक खासियत है। യോശിയാവിന്റെ ഗുണം, അവൻ തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ ഒക്കെ നടന്നു. योशिया का जो गुण है वो अपना पिता दावीद के गुण में चला। ദാവീദിന്റെ വഴി വിട്ടവൻ നടന്നില്ല. दावीद का मार्ग छोड़ के नहीं चला। ഹല്ലേലൂയ. ദാവീദിന്റെ പ്രത്യേകത, दावीद की खासियत। രാവിലത്തെ വർഷിപ്പ് പറഞ്ഞു, അവൻ ആരാധനയിൽ കൊതിയനായിരുന്നു. ആരാധനയിൽ കൊതിയുള്ളവർ, ആരാധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. वो आराधना में बहुत इच्छा रखता था। जो आराधना में इच्छा रखता है वो बहुत आशीषित होगा। ദാവീദിന്റെ ആരാധന दावीद का जो आराधना है ന്യൂ ടെസ്റ്റ്മെന്റ് വേർഷൻ ആരാധനയായിരുന്നു. एक नया नियम का आराधना था। ഹലോ, ഞാൻ പറഞ്ഞു കേട്ടോ, അതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് വേർഷൻ അല്ലായിരുന്നു. वो पुराना नियम के हिस्सा नहीं था। ദാവീദിന്റെ ആരാധന, दावीद की आराधना, ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ वो संदूक के आगे ഭ്രാന്ത് പിടിച്ചതുപോലെ ഡാൻസ് ചെയ്തെന്നാ പറയുന്നത്. वो पागलों के जैसा नाचता था। സാധാരണ ഡാൻസ് അല്ല, साधारण नाच नहीं, അഭിഷേകം ഇളക്കി വിട്ടൊരു ഡാൻസാ കേട്ടോ. अभिषेक के साथ। അഭിഷേകം ഇളക്കി വിട്ടൊരു ഡാൻസ്. अभिषेक ने निकाला एक നോക്കിയപ്പോൾ ഒരു വല്ലാത്ത ഡാൻസ്. एक अलग से डांस। ഇതെന്തൊരു ഡാൻസാ? कैसा डांस? നിങ്ങൾക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഡാൻസേ അറിയത്തുള്ളൂ. आपको ओल्ड टेस्टमेंट डांस ഇത് पता ന്യൂ है? ടെസ്റ്റ്മെന്റ് ഡാൻസാ കേട്ടോ. ये नया नियम का डांस है। മനസ്സിലാവുന്നുണ്ട്? कितने लोगों को पता चल रहे हैं? അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ വഴി നടന്നു. वो उसके पिता दावीद के मार्ग पर चला। ദാവീദിന്റെ വേറെ ഒരു ഗുണം, दावीद का दूसरा एक गुण, ഹല്ലേലൂയ, രണ്ടാമത്തെ ഒരു ഗുണം, दूसरा एक गुण, ദാവീദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും दावीद जीवन में एक बार भी അന്യദേവന്റെ പുറകെ പോയിട്ടില്ല.
वो अन्य देवताओं के पीछे അതിന്റെ नहीं गया। മേലുള്ള ശൗല് പോയിട്ടുണ്ട്, वो शाऊल गया है, അവന്റെ മകനായ ശലോമോൻ പോയിട്ടുണ്ട്. उसका बेटा शलोमोन പക്ഷേ गया है, ദാവീദിന്റെ ഗുണം लेकिन दावीद ഒരിക്കൽ പോലും അന്യദേവന്റെ നാമം അവൻ നാവിന്മേൽ എടുത്തിട്ടില്ല. वो कभी भी दूसरे देवताओं का नाम अपने जुबान पे नहीं അവൻ लिया, എഴുതി വെച്ചു, उसने लिख के रखा। അന്യദേവന്റെ നാമം വായിലെടുക്കുന്നവർ എന്ത് ചെയ്യും? കഷ്ടത, സങ്കടം വരും. ഹല്ലേലൂയ. അവൻ എടുത്തിട്ടില്ല. उसने लिख के रखा दूसरे देवी देवताओं का नाम जुबान पे लेने वाले को कष्ट होगा। മൂന്നാമത്തെ ഗുണം, उसका तीसरा गुण, ദാവീദ് തെറ്റ് ചെയ്തിട്ടുണ്ട്, दावीद ने गलती किया है, പക്ഷെ ചെയ്ത തെറ്റ് लेकिन किया हुआ गलती റിപ്പീറ്റ് ചെയ്തിട്ടില്ല. वापस से दोहराया नहीं। हमें അങ്ങനെ ചെയ്തത് പിന്നെ 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 ചെയ്തുകൊണ്ടിരിക്കുക. वो एक ही गलती बार बार नहीं किया, തെറ്റ് ചെയ്തു, गलती किया, കർത്താവെ ക്ഷമ ചോദിച്ചു, परमेश्वर से क्षमा मांगा, പിന്നെ അത് ആവർത്തിച്ചില്ല. फिर से उसने वो नहीं किया। ദാവീദിന്റെ ഗുണം പറയുന്നത് കേട്ടോ. दावीद का गुण അപ്പൊ ഈ कहता है, യോശിയാ രാജാവ് എങ്ങനാ? योशिया राजा कैसा है? അവൻ ഇങ്ങനൊക്കെ തന്നെയാ. वो भी ऐसे ही ഈ है, ദാവീദിന്റെ വഴിയിലാണ് നടക്കുന്നത്. दावीद के मार्ग पे चला। വചനം പറയുന്നു, वचन कहता ഈ है, ജോഷിയാവിന് ये जो जोशिया को ഏതാണ്ട് 10-25 വയസ്സായപ്പോൾ एक 25 साल के आसपास ഒരിടത്തൊരു പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. एक भविष्यवाणी करने वाला भविष्यवक्ता आया, ശക്തമായി ജനത്തോട് ദൂത് പറയുന്നു. उस सामत से लोगों ഈ को भविष्यवाणी ദൂത് दे रहे, ജോഷിയാവിന്റെ കാതിലെത്തി. ये इसके कान में पहुंचा। അവനൊരു തീരുമാനമുണ്ടായി. उसने एक निर्णय लिया। 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുമ്പോൾ 2 राजा 22 में जब അവന്റെ पढ़ते हैं, വാഴ്ചയുടെ 18ാമത്തെ ആണ്ടിൽ उसके राज के 18वां साल में, എന്ന് പറഞ്ഞാൽ ജെറമ്യാവ് പ്രവചിക്കാൻ തുടങ്ങി 5 വർഷം കഴിഞ്ഞപ്പോൾ जर्मिया प्रवचन देने वाला 5 साल के बाद ജോഷിയ എന്ത് ചെയ്തെന്ന് അറിയാമോ? जोशिया ने क्या किया? അവൻ ആലയത്തിലേക്ക് ആളയച്ചു. उसने मंदिर में, परमेश्वर के मंदिर में लोगों को അവൻ भेजा। പ്രവാചകിമാരുടെ അടുക്കലേക്ക് ആളയച്ചു. वो भविष्यवक्ताओं के पास लोगों को भेजा। എന്നിട്ട് പറഞ്ഞു, എനിക്ക് ദൂത് കേൾക്കണമെന്ന് പറഞ്ഞു, बोला मुझे भविष्यवाणी सुनना है, എനിക്ക് വചനം അറിയണമെന്ന് പറഞ്ഞു, मुझे वचन जानना എനിക്ക് है, ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു. मुझे शुद्ध होना है। ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, आपको एक बात समझना है, ഒരു പ്രവാചകനും ഒരു രാജാവും ദേശത്ത് എഴുന്നേറ്റിരിക്കുക. एक भविष्यवक्ता और राजा देश में उठा है ശുദ്ധീകരണത്തോടെ, അതിന്റെ തയ്യാറെടുപ്പോടെ, कि शुद्ध होने के लिए, तैयार होने के लिए, അഭിഷേകത്തോടെ. अभिषेक के ഈ साथ। കാലഘട്ടത്തിൽ ദൈവം അങ്ങനെ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. इस दौर में परमेश्वर ऐसे कुछ लोगों को उठाना चाहता है। പകൽക്കാലം പ്രാർത്ഥിക്കും, कितने लोग दिन में आज प्रार्थना എന്ത് करेंगे? പ്രാർത്ഥിക്കണം? क्या प्रार्थना करना है? കർത്താവ് നിന്റെ അഭിഷേകം എന്റെ മേൽ വരണം. परमेश्वर तेरा अभिषेक मुझ पे आए। അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ माँ के कोख में എന്നെ വിളിച്ചൊരു വിളിയുണ്ട്. मुझे बुला, एक बुलावट है। ഭൂമിയുടെ അറ്റത്തോളം എനിക്ക് പോകണം. दुनिया के अंत तक मुझे जानना है। അതിന് തടസ്സമായി എന്തൊക്കെ ഇന്ന് സംഭവിച്ചു, उसके विरुद्ध में कुछ भी आज जो हुआ है, അതിനെല്ലാം നീ ബ്രേക്ക് ചെയ്യണം. उन सबको तुझे तोड़ना है। എങ്ങനെ ബ്രേക്ക് ആവും? कैसे तोड़ेगा? അഭിഷേകം ബ്രേക്ക് ചെയ്യും. अभिषेक तोड़ेगा। നിങ്ങൾ പകുതി വഴിക്ക് ഒന്ന് സ്റ്റക്കായി നിൽക്കുക. अब आधे रास्ते में रुक गए हैं, പകുതി വഴിക്ക് സ്റ്റക്കായി നിൽക്കുക. अब आधे रास्ते में रुक गए हैं। പക്ഷെ അഭിഷേകം ഇറങ്ങിയാൽ अभिषेक जब उतरेगा, സ്റ്റക്കായി നിൽക്കുന്നതിനെയൊക്കെ പൊട്ടിച്ച് आमीन आमीन, जो रुकावट को सब तोड़ के നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. आपको आगे ले जाएगा। വിശ്വാസമുണ്ടോ? विश्वास है क्या? ഒറ്റ ദൂതൂടെ പറഞ്ഞ് നിർത്താൻ പോകുക. और एक भविष्यवाणी देख के कहता हूँ, ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിയെന്ന, यीशु अपने चेलों पे फूका, യേശു തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിയെന്ന, यीशु अपने चेलों पे फूका। എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. वो बोला कि पवित्र आत्मा को प्राप्त करो। പരിശുദ്ധാത്മാവ് ശരിക്കും കർത്താവിന്റെ ഒരു ഊതല കേട്ടോ, ഒരു കാറ്റാ. कि पवित्र आत्मा हकीकत में परमेश्वर का फूकना है। യേശു തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി. यीशु अपने चेलों के ऊपर फूका। എങ്ങനെയുള്ള ശിഷ്യന്മാരുടെ മേലാ? कैसे चेलों पे? പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ. जो डरा हुआ, ധൈര്യം മുഴുവൻ പോയിരിക്കുന്ന ശിഷ്യന്മാർ. धैर्य पूरा निकल गया। ഒന്ന് ഊതി एक फूका, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. बोला पवित्र आत्मा को प्राप्त करो। ഇന്ന് പകൽ നിങ്ങൾ പറഞ്ഞാട്ടെ, आज आप भी कहें, എന്റെ മേലെ ഒന്ന് ഊതണേ. पिता मुझ पे, यीशु मुझ पे जरा फूक। യേശു ഊതിയാൽ എന്ത് സംഭവിക്കും? यीशु फूकेगा तो क्या होगा? എന്ത് സംഭവിക്കും? क्या होगा? മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് നോക്ക്. मरकोस के कमरे में जरा देखो, കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. एक आंधी के समान पवित्र आत्मा उतर आया। ഞാനങ്ങ് വിശ്വസിക്കുക, मैं विश्वास करता हूँ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ एक तूफान के समान, മർക്കോസിന്റെ മാളിക മുറിയിലിരുന്ന कि मरकोस के कमरे में जो बैठा हुआ था 120 പേരുടെ മേൽ 120 लोगों के ऊपर സ്വർഗം ഒന്ന് ഊതിയതാ കേട്ടോ. स्वर्ग ने फूका। आमीन। പരിശുദ്ധാത്മാവിന്റെ കാറ്റങ്ങ് ഇടിച്ചു കയറുകയാ. कि पवित्र आत्मा का तूफान आ रहा है। യേശു ഊതിയാൽ എന്ത് സംഭവിക്കും? यीशु फूके तो क्या होगा? ഹിന്ദി സർവീസിന്റെ അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത്, कि हिंदी सर्विस में अंत में मैंने കഴിഞ്ഞ कहा, ദിവസം ഒരു ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. पिछले दिन एक भाई के लिए प्रार्थना कर रहा था, ഞാനൊരു ദർശനം കണ്ടു. मैंने एक दर्शन देखा। ദർശനം ഇങ്ങനെയാ, दर्शन ऐसा था നമ്മൾ കൊച്ചു കുഞ്ഞിലെയൊക്കെ പേപ്പർ ബോട്ട് ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് അല്ലേ? कि हमने बचपन में पेपर बोट बना के खेला ഈ है, പേപ്പർ ബോട്ട് ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ഇടും. और पेपर बोट बना के हम बर्तन में डालते ബോട്ട് हैं। തന്നെ ചലിക്കുമോ? बोट अपना आप चलेगा क्या? ബോട്ട് തന്നെ ചലിക്കത്തില്ല. वो अपना अपने चलेगा। ഹല്ലേലൂയ.
വാട്ടർ ടാങ്കിലൊക്കെ പേപ്പർ ബോട്ട് ഇടും. वाटर टैंक में पेपर बोट डालते हैं നമ്മളൊക്കെ കുഞ്ഞിലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? और हम क्या करते हैं ഊതും. वो फूकेगा ഊതുമ്പോൾ ഈ ബോട്ട് ചലിക്കാൻ തുടങ്ങും. जैसे फूकेगा बोट जाएगा ഈ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ये भाई को जब मैं प्रार्थना कर रहा ദൈവാത്മാവിനെ കാണിച്ചത് था परमेश्वर आत्मा ने बताया ഒരു സമുദ്രത്തിന്റെ നടുവിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ബോട്ട്. एक समुद्र के बीच में ठहरा हुआ बोट ആ ബോട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. वो वहां ठहरा हुआ है ആരോ ഒരാൾ അതിനെ ഇങ്ങനെ ഊതി ഊതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. कोई तो उसे फूक फूक के आगे ले जा रहा है ദൈവാത്മാവ് ബ്രദറിനോട് പറഞ്ഞു, परमेश्वर की आत्मा ने उस भाई से कहा ജീവിതത്തിൽ നീ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാ. तेरे जीवन में तू रुका हुआ एक अवस्था പക്ഷെ है പരിശുദ്ധാത്മാവ് ഒന്ന് ഊതാൻ തുടങ്ങിയ, लेकिन पवित्र आत्मा तुझ पे फूकेगा യേശു तो ഒന്ന് ഊതാൻ തുടങ്ങിയ, यीशु फूकेगा तो നീ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിന്ന് നീ മൂവ് ആകാൻ തുടങ്ങും. जहां तू रुका हुआ वहां से तू मूव വിശ്വസിക്കാൻ होगा പറ്റുമോ? विश्वास कर सकते हैं क्या പരിശുദ്ധാത്മാവ് ഒന്ന് ഊതാൻ തുടങ്ങിയ, पवित्र आत्मा फूकेगा നീ तो ക്ഷീണിച്ചു നിൽക്കുന്നിടത്തുനിന്ന് तू जहां थका हुआ ഒരു है ദീർഘയാത്രയ്ക്ക് വേണ്ടിയുള്ള ബലം നിന്റെ മേൽ ഇറങ്ങി വരും. एक लंबे यात्रा के लिए बल तुझ पर ഹല്ലേലൂയ. उतर आएगा മക്കളെ വന്നിട്ട് നമുക്കൊന്ന് ആരാധിക്കാം. ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ബലം एक लंबी दूर के लिए एक आराधना ഉണ്ട് സഹോദരങ്ങളെ. ഞങ്ങളെല്ലാം നോക്കി എനിക്ക് ദൂത് വിളിച്ചു പറയണം. आप सबको देखिए मुझे भविष्यवाणी देना നമുക്ക് ഇനി है ദീർഘയാത്രയാ. आपको एक लंबी यात्रा जाना है ഇഷ്ടം പോലെ റാണി സിസ്റ്റർക്ക് ഇനി സമയമുണ്ടല്ലേ? रानी सिस्टर के समय है പറയണം, എന്റെ മേലൊന്ന് ഊതണം. ഹല്ലേലൂയ. बोलो, मेरे पर एक ഒരു പുതിയ फूकना। ബലത്തോടെ ഞാൻ ഓടാൻ പോകുക. एक नए बल के साथ में भागूंगा ചിലരൊക്കെ ജോലിയൊക്കെ കളയുന്നത് ഇനി വയ്യ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാ. कुछ ഹല്ലേലൂയ. लोग बोलते हैं नौकरी छोड़ता हूँ थक അത് गया। അത് ലോകപരമായി ജോലി ചെയ്യാൻ വയ്യാന്നല്ലേ? वो दुनिया से तो कम പക്ഷെ അഭിഷേകം വന്നു കഴിയുമ്പോൾ लेकिन जब अभिषेक आएगा കർത്താവിന് വേണ്ടി परमेश्वर के लिए കലവാൻ പേടയുടെ കാലുകളോടുകൂടെ एक हिरणी का पैरों के साथ എന്റെ जैसे ഗിരികളിൽ അവൻ എന്നെ നിൽക്കുമാറാക്കും. कि मेरे पहाड़ को मुझे चढ़ाएगा ഇതെന്താ പറഞ്ഞത്? क्या कहा അവൻ എന്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാക്കി എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കി. वो मेरे पैरों को हिरणों का पैर बना के मेरे पहाड़ पे उसने मुझे എന്റെ चढ़ाया വാഗ്ദത്തങ്ങളുടെ ഗിരികൾ मेरे वादाओं के पहाड़ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ചിലതുണ്ട് കേട്ടോ. मेरे लिए परमेश्वर बनाया हुआ कुछ है അവിടെ കർത്താവിനെ എത്തിക്കും. वहाँ परमेश्वर मुझे ഞാൻ पहुंचाएगा stuck-ആയി നിൽക്കുകയല്ല. मैं रुका हुआ नहीं എന്നെ रहेगा അവിടെ കർത്താവ് എത്തിക്കും. परमेश्वर मुझे वहाँ पहुंचाएगा stuck-ആയി നിൽക്കുന്ന ചിലതിനെ ഇന്ന് സ്വർഗ്ഗം ഊതാൻ പോകുക. जो रुका हुआ कुछ पे परमेश्वर आज फूकने वाला है യേശു ഊതിയാൽ എന്ത് സംഭവിക്കും? यीशु फूकेगा तो क्या होगा ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, उल्पत्ति 1 में इस प्रकार लिखा है ഭൂമി പാഴും ശൂന്യമായിരുന്നു, कि पृथ्वी बेडौल और शून्य था ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, अंधकार भरा हुआ था ആഴത്തിന്റെ മീതെ कि उसके ऊपर പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. पवित्र आत्मा कार्य कर रहा था അതിന് ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, उसमें से एक ट्रांसलेशन इस प्रकार ആഴത്തിന്റെ മീതെ, ആഴത്തിന്റെ മീതെ और गहराई में പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചുകൊണ്ടിരുന്നു, कि पवित्र आत्मा का हवा बह रहा था പരിശുദ്ധാത്മാവ് ഊതിക്കൊണ്ടിരുന്നു. पवित्र आत्मा फूक എന്ത് रहा था സംഭവിച്ചു? क्या हुआ പാഴും ശൂന്യമായത്, जो शून्य और ഇരുൾ बेडौल था മൂടിയത്, अंधकार से भरा हुआ പരിശുദ്ധാത്മാവ് ഊതിയപ്പോൾ पवित्र आत्मा ने जब फूका സുന്ദരമായ ഭൂമിയായി മാറി, एक खूबसूरत बन गया മനോഹരമായ ഭൂമിയായി മാറി. एक मन भावा जमीन बन गया ഇന്ന് സ്വർഗ്ഗമൊന്ന് ഊതിയാ अगर आज स्वर्ग फूकेगा സ്റ്റക്കായി കിടക്കുന്നിടത്തുനിന്ന് जहाँ तू നീ रुका हुआ മൂവ് है ചെയ്യാൻ പോകുക. तू वहां से चलेगा നീ മൂവ് ചെയ്യാൻ പോകുക. तू चलेगा ചിലർ പറഞ്ഞാട്ടെ, कुछ लोग कहे സ്റ്റക്കായി കിടക്കുന്നിടത്തുനിന്ന് जहाँ मैं रुका നീ हुआ മൂവ് है ചെയ്യാൻ പോകുക. वहां से मैं आगे बढ़ूंगा മഷക്കവത്ത കരങ്ങളെ അടിച്ച്, हाथ ताली बजा के കരങ്ങളെ അടിച്ച്, കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ട് കരങ്ങളെ അടിച്ച്, हाथ ताली ഓ बजा के ഹല്ലേലൂയ 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 ശഖമന രഗൽ ശൽഖമന. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. अरे जी उठ खड़े हो जाइए സ്റ്റക്കായാണോ നിൽക്കുന്നത്? आप रुका हुआ है क्या किधर സ്വർഗ്ഗം ഒന്ന് ഊതിയാൽ മതി. स्वर्ग फूकेगा പരിശുദ്ധാത്മാവിന്റെ കാറ്റൊന്ന് അടിച്ചാൽ മതി. पवित्र आत्मा का हवा बहेगा മർക്കോസിന്റെ മാളിക മുറിയിൽ मरकोस के कमरे पे അടച്ചിട്ടിരുന്ന മുറിക്കകത്തേക്ക് कि बंद कमरे में യേശു അവരുടെ മേൽ ഊതി. यीशु ने उन पे फूका ആ മാളിക മുറിയിൽ उस कमरे में 120 പേർ കൂടിയിരിക്കുമ്പോൾ 120 लोग थे സ്വർഗ്ഗം അവരുടെ മേൽ ഒരു കൊടിയ കാറ്റടിച്ചു. स्वर्ग ने उनके ऊपर एक तूफान भेजा ഈ കാറ്റ് എന്ത് ചെയ്തെന്നറിയാമോ? इस हवा ने क्या किया ഇവരെ ഒരൊറ്റ കൊണ്ടുപോക്കാ. इन्हें ले गया എവിടം വരെ? कहाँ ഭൂമിയുടെ അറ്റത്തോളം, दुनिया के चोटी तक ഭൂമിയുടെ അറ്റത്തോളം. दुनिया के अंत तक ഇന്ന് പകൽക്കാലം കർത്താവ് ഒന്ന് ഊതിയ आज अगर परमेश्वर फूकेगा ബോംബെയും താനെയും പാൽഗറും ഹല്ലേലൂയ മാത്രമല്ല, ഹല്ലേലൂയ मुंबई पालघर ताना ही केवल नहीं മഹാരാഷ്ട്രയുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും, महाराष्ट्र के हर एक डिस्ट्रिक्ट ഇന്ത്യയുടെ में എല്ലാ സ്റ്റേറ്റിലും, इंडिया के हर एक स्टेट ലോകത്തിലെ में എല്ലാ രാജ്യങ്ങളിലും दुनिया के हर एक राज्य में ഈ കാറ്റ് നിന്നെ കൊണ്ടുപോകുന്നു. ये हवा तुझे ले जाएगा വിശ്വാസമുണ്ടോ? विश्वास है क्या വിശ്വാസമുണ്ടെ പറഞ്ഞോട്ടെ. विश्वास है तो ഈ गए കാറ്റ് എന്നെ എടുത്തോണ്ട് പോകാൻ പോകും. ये हवा तूफान मुझे उठा के ले जाने वाला है എടുത്തോണ്ട് പോകാൻ പോകുക. ഞാൻ സാക്ഷിയാകാൻ പോകുക. मैं गवाही बनने वाला हूँ ഹാ ഹല്ലേലൂയ.
ഹല്ലേലൂയ. എനിക്ക് ദീർഘയാത്രയുണ്ട്. मुझे लंबा दूरी जाना है, ദീർഘയാത്രയുണ്ട്. मुझे लंबा दूरी जाना है। സ്വർഗ്ഗം ഊതിയാൽ എന്ത് സംഭവിക്കും? കർത്താവ് ഊതിയാൽ എന്ത് സംഭവിക്കും? परमेश्वर फूकेगा तो क्या होगा? ഏദൻ തോട്ടത്തിൽ एदन की वाटिका में കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുകയാണ്. कि मिट्टी से, ഏദൻ തോട്ടത്തിൽ കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുകയാണ്. कि एदन की वाटिका में मिट्टी से इंसान को बनाया, ജീവനില്ല. उसमें जीवन नहीं है। എന്താ മോനെ പറഞ്ഞത്? രാവിലെ പാട്ട് പാടി മിട്ടിക്ക പുത്തലായി മാട്ടിക്ക ഖടായ അതന്നെയല്ലേ? മാട്ടിക്ക പുത്തല അല്ലേ? മാട്ടിക്ക പുത്തലായ ഇങ്ങനെ ഇങ്ങനെ ഖടായ ഐസ ഖടായ ഒരു മണ്ണിന്റെ ഒരു ബിംബം ഇങ്ങനെ നിൽക്കുക, ഒരു ചലനമില്ലാതെ നിൽക്കുക, एक बिना हिले, ലൈഫ്ലെസ്, कि बिना जीवन का। പക്ഷെ കർത്താവ് മൂക്കിലോട്ട് ഒറ്റ ഊത്ത്. लेकिन परमेश्वर ने नाक में फूका, ചലിക്കാൻ തുടങ്ങി, वो चलने लगा, നടക്കാൻ തുടങ്ങി. वो चलने लगा। കർത്താവ് ഊതിയ എന്ത് സംഭവിക്കും? अगर परमेश्वर फूकेगा तो क्या होगा? ഏദനിൽ മനുഷ്യനെ നോക്കി ഊതിയ അതേ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഒന്ന് ഊതിയെന്ന് वही परमेश्वर ने चेलों पे फूका। ഹല്ലേലൂയ. हालेलुया। പറഞ്ഞിട്ട് ഇന്ന് പകൽ എന്റെ മേലൊന്ന് ഊതണം. बोले आज के दिन मेरे पे जरा फूक। യെശയ്യാ 59 एशिया 59 ഹല്ലേലൂയ 19 മുതലുള്ള വാക്യങ്ങൾ 19 से जो आयत है, എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? क्या लिखा है? ശ്രദ്ധിച്ചു കേട്ടോണേ. യെശയ്യാ 59 19 മുതൽ एशिया 59 19 से। അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. ഹല്ലേലൂയ. तब पश्चिम की ओर यहोवा का नाम और पूर्व की ओर उसकी महिमा को भय मानेंगे। പടിഞ്ഞാറ് पश्चिम में യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കും. पश्चिम में यहोवा का नाम को डरने वाला एक पीढ़ी उठेगा। പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ അങ്ങ് വെസ്റ്റ് അല്ലേ? വെസ്റ്റേൺ കൺട്രീസിൽ ഭൂമിയുടെ അങ്ങ് പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്ന ആഷ്ബറി റിവൈവലൊക്കെ നിങ്ങൾ കേട്ടോ കേട്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ആരോട് പറഞ്ഞു, റിവൈവലൊക്കെ നമ്മുടെ ഇടയിൽ എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. രാത്രി 12 മണി ആയാലും യോഗം നിർത്താത്ത അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ മീറ്റിങ്ങിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം മീറ്റിംഗ് ആശീർവാദം പറഞ്ഞിട്ട് ആളുകൾ ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞിരിക്കുക. ഞാനൊരു താഴെ പിടിച്ചോണ്ട് നമ്മുടെ പഴയ ഇൻഡസ്ട്രിയുടെ ഗേറ്റ് പൂട്ടാൻ വേണ്ടി പോയി നിൽക്കുക. നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് വേണ്ട എനിക്ക് ഗേറ്റ് പൂട്ടാൻ. रिवाइवल हालेलुया। हमारे कलेक्शन में कितना बार इस प्रकार हुआ। ऐसा समय आया था कि रात को 12-1 बजे तक लोग बैठे हुए थे और पासवान ताला लेके बैठे थे ताकि हो कलेक्शन को बंद करे। റിവൈവൽ ഉണ്ടാകിയ പടിഞ്ഞാറ് ഉണ്ടാകിയാണെന്ന് ഈ വചനം പറഞ്ഞത് കേട്ടോ. ये वचन कहता है അങ്ങ് വെസ്റ്റ് ഒരു തലമുറ എഴുന്നേൽക്കും. कि वहाँ पश्चिम में एक पीढ़ी उठेगा, യഹോവയെ ഭയപ്പെടുന്ന ഒരു തലമുറ. यहोवा को डरने वाला पीढ़ी। അവിടെ മാത്രമല്ല, ഇങ്ങ് കിഴക്ക് ഹല്ലേലൂയ, उधरी नहीं पूर्व में भी, കിഴക്ക് पूर्व में भी ദൈവത്തിന്റെ ഗ്ലോറി കാണുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. परमेश्वर की महिमा देखने वाला एक पीढ़ी उठेगा। ആസ്ബറിയിലെ ഉണർവ് കാണുമ്പോൾ പറഞ്ഞാട്ടെ, आसबरी का जब रिवाइवल करने यहाँ पूर्व में ഞങ്ങളുടെ പട്ടണത്തിൽ हमारे शहर we में are going to witness the glory of God. हम परमेश्वर की महिमा देखेंगे। കേൾക്കുന്നുണ്ടോ? आप सुन रहे हैं? അങ്ങ് പടിഞ്ഞാറെന്ന് സംഭവിച്ചെങ്കിൽ क्या वहाँ पश्चिम में हुआ है तो അങ്ങ് കിഴക്ക്. यहाँ पूर्व में ഞാൻ ചോദിച്ചു, കിഴക്ക് എവിടെ കർത്താവേ? परमेश्वर पूर्व कहाँ पूछा? രാജ്യത്തെ കുറിച്ച് പറയുന്നത് the land of rising sun, ഉദയ സൂര്യന്റെ നാട്. कि जो सूरज उगने वाला शहर, അങ്ങ് ജപ്പാൻ അല്ലേ? वो जापान, ഏഷ്യയുടെ അങ്ങേ അറ്റമാ. एशिया के उस पार। ജപ്പാൻ മുതൽ ഇങ്ങോട്ട് ഏഷ്യയുടെ രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യ ഒക്കെ ദൈവത്തിന്റെ ഗ്ലോറി കാണാൻ പോകുക. जापान से लेके भारत पूरा परमेश्वर की महिमा देखने वाला है। എങ്ങനെ ഗ്ലോറി കാണാൻ പോകുന്നത്? कैसे महिमा देखेगा? ദൈവം എനിക്കൊരു വചനം വെളിപ്പാട് തരിക. परमेश्वर ने वचन का प्रकाशन दिया। ഈ ദിവസം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചൊരു കാര്യം. इन दिनों परमेश्वर ने How बात we are की going to बात। witness the glory of God. ദൈവത്തിന്റെ മഹത്വം എങ്ങനെ കാണുന്നത്? परमेश्वर की महिमा कैसे देखेंगे? ഹല്ലേലൂയ. കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമാകുന്ന ആമേൻ 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 ഒരു നദി പോലെ അവൻ വരാൻ പോകുക. കെട്ടി നിന്നത് जो बांध के रोका हुआ था, ഒരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയേക്കുക. एक डैम में बांध के पानी रुकाया था। ചീപ്പ് തുറന്നു വിട്ടപ്പോൾ എങ്ങനെ അത് പൊട്ടി വെളിയിലേക്ക് വരുന്നത് जैसे അതുപോലെ. वो खोलते तो कैसे वो पूरे शक्ति के साथ आता है। ഇനി രണ്ടാമത്തെ ഉദാഹരണം, दूसरा उदाहरण, യഹോവയുടെ ശ്വാസം यहोवा का सांस തള്ളി പായിക്കുക. को धक्का मार के आगे भेजते हैं। കർത്താവ് ഊതാൻ പോകുക. परमेश्वर फूकने वाला है। ഭൂമിയുടെ മേൽ ഊതിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്
पृथ्वी पे फूकने वाला पवित्र आत्मा ഏദനിൽ മനുഷ്യന്റെ മേൽ ഊതിയ കർത്താവ്, कि एदन में इंसान पे फूका परमेश्वर, ശിഷ്യന്മാരുടെ മേൽ ഊതിയ കർത്താവ് चेलों पे फूका परमेश्वर ഈ 21ാം നൂറ്റാണ്ടിൽ ये 21वीं सदी में അന്തിമ സഭയുടെ മേൽ अंतिम कलीसिया के ഒന്ന് ऊपर ഊതാൻ പോകുക. वो फूकने वाला है। വെസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന റിവൈവൽ അല്ല, पश्चिम में ही रहने वाला रिवाइवल नहीं, വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ, पश्चिम से पूर्व तक, അങ്ങ് ജപ്പാൻ മുതൽ ഇങ്ങോട്ട് और जापान से इसकी ओर തള്ളി പായിക്കുന്ന വെള്ളം പോലെ कि धक्का मार के आने वाला पानी के യഹോവയുടെ समान, ശ്വാസം ഊതി പായിക്കുന്ന कि परमेश्वर का सांस उसमें धक्का മശകമന देके റംസൽകമന ഒരു നദി പോലെ, एक नदी के समान, ഒരു ഉണർവിന്റെ നദി, एक जागृति का ഒരു नदी, ഉണർവിന്റെ നദി. एक जागृति का नदी। പ്രാർത്ഥിച്ചട്ടെ. प्रार्थना करे, ഈ ദൂത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ इस वाणी को अगर നിങ്ങൾ विश्वास വിളിച്ചു करेगा, പറഞ്ഞാട്ടെ. अब मुंह खोल के कहे, വെസ്റ്റിൽ മാത്രമല്ല, पश्चिम में ही नहीं, കിഴക്കൻ രാജ്യമായ ഇന്ത്യയിൽ कि जो पूर्व देश इस भारत में भी, കർത്താവ് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ जब भारत में कहता है ഞങ്ങളുടെ ചർച്ച അതിന് റെഡിയാ. हमारे कलीसिया उसके लिए तैयार ഒരു है, ഉണർവിന് ഞങ്ങളുടെ സഭ തയ്യാറാ. एक जागृति के लिए हमारा कलीसिया तैयार है। ഞങ്ങളുടെ മേൽ ഊതണമേ. हमें फूकना, മശകം ഞാൻ ആത്മാവിൽ കാണുകയാ, मैं आत्मा में ഞാൻ देखता हूँ, ആത്മാവിൽ കാണുകയാ. मैं आत्मा में देखता हूँ। പണ്ട് ഭൂമിയുടെ മേൽ ഊതിയതുപോലെ पहले पृथ्वी में जैसे फूका പരിശുദ്ധാത്മാവ് पवित्र आत्मा, കർത്താവിന്റെ മടങ്ങി വരവിന് മുമ്പേ कि परमेश्वर का लौट आने से ഒരു पहले ലോക്കൽ റിവൈവലിനല്ല, एक लोकल जागृति के लिए नहीं, ഒരു ലോക്കൽ റിവൈവലിനല്ല, एक लोकल रिवाइवल के ഒരു लिए नहीं, ഗ്ലോബൽ റിവൈവലിന്, हमें एक ग्लोबल रिवाइवल के लिए, ഒരു ലോക്കൽ യൂണിവേഴ്സിറ്റിയിലെ റിവൈവൽ അല്ല. एक लोकल यूनिवर्सिटी का रिवाइवल नहीं, ശ്വാസം തള്ളിപ്പായിക്കുന്നത് പോലെ जैसे श्वास को बेचता है യഹോവയുടെ ആത്മാവിന്റെ ശ്വാസം परमेश्वर के आत्मा ഈ का सांस ഭൂമിയുടെ മേൽ, इस पृथ्वी पे, അതിന്റെ 5 വൻകരകളുടെ മേൽ उसके 5 द्वीपों पे ഓ ഹല്ലേലൂയ ഊതാൻ പോകുകയാ. वो फूकने वाला ഊതാൻ है, പോകുകയാ. वो फूकने वाला ഊതാൻ പോകുകയാ. ശകമന രഗദൽ പംശൽഖമന ഹർദമാന കരകളെ അടിച്ച് ശക്തമായി ആരാധിച്ചാട്ടെ. കർത്താവ് ഊതാൻ പോകുകയാ. परमेश्वर फूकने वाला है, തക്കായിരിക്കുന്നതൊക്കെ, जो भी रुका हुआ है, ഫ്രീസ് ആയിരിക്കുന്നതൊക്കെ, जो ജീവനില്ലാതിരിക്കുന്നതൊക്കെ बिना जीवन യേശു का ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से മൂവാകാൻ പോകുകയാ. वो चलने वाला ശക്തമായി है। ആരാധിച്ചാട്ടെ. अब आराधना Are you करें। ready for a global revival? आप एक ग्लोबल रिवाइवल का Are you तैयार है ready क्या? for a global revival? आप एक ग्लोबल रिवाइवल का I'm not तैयार है talking क्या? about a local revival. लोकल रिवाइवल नहीं, From east to west, Mashakamana. ईस्ट From the east to west, पूरे से like पश्चिम a की ओर mighty wind, एक बहुत बड़ा like a तूफान, mighटी wind. एक तूफान A के global समान revival is going to happen. एक बहुत बड़ा जागृति होने वाला है। East to west, ईस्ट से वेस्ट a की ओर generation is going to come up. एक पीढ़ी बाहर आएगा Those who are ready to fear the name of Lord. जो परमेश्वर का नाम को From डरेगा। east to west, कि पूर्व से a पश्चिम की ओर generation is going to come up. एक पीढ़ी बाहर Those who आएगा, are going to witness the glory of God. वो परमेश्वर की महिमा को देखेगा। കരങ്ങളെ അടിച്ച് हाथ ताली बजा के ശക്തമായി സ്തുതിച്ചാട്ടെ. ഓ ശകമന രഗദൽ പംശൽഖമന ചുമന്നാരം ശക്തമന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ കൊസുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ കൊസുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ പിന്മഴ നൽകണം മാലിന്യം മറയണം നിജനമുണർന്നു വേല ചെയ്യുവാൻ പിന്മഴ നൽകണം മാലിന്യം മറയണം നിജനമുണർന്നു വേല ചെയ്യുവാൻ കൊസുനാളിൽ മുൻമഴ പെയ്യിച്ച
നാളിൽ മഴപെയ്ച്ച പരമപിതാവേ മഴപെയ്യാതെ പെന്തക്കോസ്ത് 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 നാളിൽ മഴപെയ്ച്ച പരമപിതാവേ മഴപെയ്യാതെ സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലെ 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 സൈന്യത്താലെ അല്ല ശക്തിയാലെ ദൈവത്തിന്റെ ആത്മാശക്തിയാലെ സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല 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 ദൈവത്തിന്റെ ആത്മാശക്തിയാലെ ആസ്വാദ സ്തുതിക്കാം ഹല്ലേലൂയ പാടാം മണിക്കണ്ട കയറ്റാം ദൈവസഭ കാണിക്കാം ആസ്വാദ സ്തുതിക്കാം ഹല്ലേലൂയ പാടാം മണിക്കല്ലു കയറ്റാം ദൈവസഭ കാണിക്കാം പെന്തക്കോസ്ത് നാളിൽ മഴപെയ്ച്ച പരമപിതാവേ മഴപെയ്യാതെ പെന്തക്കോസ്ത് നാളിൽ മഴപെയ്ച്ച പരമപിതാവേ മഴപെയ്യാതെ പെന്തക്കോസ്ത് നാളിൽ മഴപെയ്ച്ച പരമപിതാവേ പെന്തക്കോസ്ത് നാളിൽ മഴപെയ്ച്ച പെന്തക്കോസ്ത് നാളിൽ മഴപെയ്ച്ച പരമപിതാവേ 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 ഉമ്മറവേണം മാർഗ്ഗമവേണം നിജനമുണർന്നു വേല ചെയ്യുവാൻ ഉമ്മറവേണം മാലിന്യമവേണം 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 നിജനമുണർന്നു വേല ചെയ്യുവാൻ പെന്തക്കോസ്ത് നാളിൽ മഴപെയ്ച്ച പരമപിതാവേ ശക്തമായി വിളിച്ചാട്ടെ, കരങ്ങളെ ശക്തമായി അടിച്ച് അല്പസമയം ഈ ഭാഷയിൽ ആത്മത്തോടെ ആരാധിച്ചാട്ടെ. കെട്ടി നിൽക്കുന്ന വെള്ളം റിലീസ് ആകുന്നത് പോലെ അണകെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം പണ്ട് പൊട്ടി ആ ഒരു തടാകം എന്താണ് പറയുന്നത് ആ ഒരു ഹല്ലേലൂയ ഓ അണക്കെട്ടല്ലേ അണക്കെട്ടിന്റെ ഭിത്തി പൊട്ടി ഡാം പൊട്ടി റിലീസ് ആകുന്നത് പോലെ വർഷങ്ങളായി തടയപ്പെട്ട ചിലത് കർത്താവ് ഊതുമ്പോൾ പൊട്ടി റിലീസ് ആകാൻ പോകുക കർത്താവ് ഊതുമ്പോൾ പൊട്ടി റിലീസ് ആകാൻ പോകുക ഹല്ലേലൂയ കർത്താവ് ഊതാൻ പോകുക ആത്മാവിൽ അകത്തെ കണ്ണുകൊണ്ട് കണ്ടാട്ടെ अंदर की आंख से जरा देखो വർഷങ്ങളായിട്ട് കെട്ടി വെച്ചിരിക്കുക കേട്ടോ सालों से बांध के रखा है പക്ഷേ ദൈവത്തിന്റെ ശ്വാസം തള്ളി പായിക്കുന്ന ഒരു നദി പോലെ ഇറങ്ങാൻ പോകുക परमेश्वर सांस वो जो धक्का मार के जो निकाले और नदी के जैसे आने वाला है യഹോവയുടെ ശ്വാസം
यहोवा का जो सांस है തള്ളി പായിക്കുന്ന ഒരു നദി പോലെ कि वो जो धक्का मार के देने वाले नदी के समान അവന് ഇറങ്ങി വരാൻ പോകുക. वो उतर के आएगा। യഹോവയുടെ ശ്വാസം यहोवा का जो श्वास തള്ളി പായിക്കുന്ന वो जो धक्का देके നദി പോലെ नदी के समान അവൻ ഇറങ്ങാൻ പോകുക. वो उतरने वाला है। ഇത് മനസ്സിലായി? യഹോവയുടെ ശ്വാസം ഇറങ്ങാൻ പോകുക. यहोवा का सांस പക്ഷേ उतरने वाला है യഹോവയുടെ ശ്വാസത്തെ വിളിച്ചിരിക്കുന്നത് അവനെന്ന. कि यहोवा का सांस को बोला എന്ത് वो മനസ്സിലായി? आमीन। അത് വെറും ഊത്തല്ല, वो केवल फूकना नहीं അത് है, അവനാണ്. वो है, അത് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയാണ്. वो पवित्र आत्मा व्यक्ति है। आमीन। യഹോവയുടെ ശ്വാസം यहोवा का जो श्वास ഒരു है ഒരു കാറ്റല്ല, वो केवल एक हवा ഒരു नहीं ഒരു है, ശക്തിയല്ല. वो केवल शक्ति नहीं है। യഹോവയുടെ ശ്വാസം പരിശുദ്ധാത്മാവാ. यहोवा का जो श्वास है वो पवित्र आत्मा है। ഇറങ്ങാൻ പോകുക. वो उतरने वाला में ഇറങ്ങിക്കഴിഞ്ഞാൽ वो जब उतरेगा വർഷങ്ങളായി തടസ്സപ്പെട്ടത് ബ്രേക്ക് ആവുന്നു. जो सालों से रुक के बैठा टूट जाएगा। കേട്ടോ, സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. जहाँ से तू रुक के खड़ा है वहां से तू आगे बढ़ेगा। നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിങ്ങൾ അടുക്കാൻ പോവുക. तुम्हारा जो भविष्य हुआ जो परमेश्वर की योजना उसकी ओर तू पहुंचने वाला है। ഒരു ദൂതോട് പറയാ. और एक भविष्यवाणी देता हूँ। ആളുകൾ ചോദിച്ചു, why the end time revival is tarrying? Hallelujah. किसी ने पूछा कि അന്ത്യകാല अंतिम ഉണർവ് എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു, ലേറ്റ് ആകുന്നു? क्यों आखिरी जो जागृति हो इतना लेट हो रहा है? The answer is इसका उत्तर है യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്ന നദി പോലെ ഇറങ്ങുമ്പോൾ, कि जब यहोवा का सांस जो है धक्का मारने वाला नदी के समान जब उतरेगा, ഡാം പൊട്ടുന്നത് പോലെ डैम जैसे टूटता है, ഓ തടയപ്പെട്ട വർഷങ്ങളായി കാത്തിരിക്കുന്ന ഉണർവ് റിലീസ് ആകാൻ പോകുക. कि सालों से जो रुका हुआ जागृति और रिलीज होने वाला है। പറയാൻ ഒത്തിരി ദൂതുണ്ട്, പറയാൻ ഒത്തിരി ദൂതുണ്ട്. बोलने के लिए बहुत सारे भविष्यवाणी है ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞു. कि मेरा पवित्र आत्मा पैराक्लिटोस है। പക്ഷേ लेकिन ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ फिलिपिया 2:1 के आयत से कहता है വിശ്വാസികളെ വിളിച്ചിരിക്കുന്നു. विश्वासियों को बुलाया है। You can be a paraclete. बोले कि तुम एक पैराक्लिटा बन सकते हो। ആത്മാവിനെ പ്രാപിച്ചവന്, आत्मा को प्राप्त किया हुआ, ആത്മാവിന്റെ കൂട്ടായ്മയുള്ളവന്. आत्मा का जो सहभागिता है उसको ഫിലിപ്പിയ ലേഖനം 2-ന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നു, फिलिपिया 2 की पहले You आयत में can कहते be a हैं comforter. आप एक कंफर्टर बन You सकते can हैं, be an helper. आप एक हेल्पर बन सकते Oh, हैं। that is the translation. वो एक ट्रांसलेशन है। നിനക്ക് സ്നേഹത്തിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ you can be a paraclete. You can be an encourager. अगर आपको प्रेम का सहभागिता है तो आप एक मददगार बन सकते हैं। അങ്ങനെയാണെങ്കിൽ ദൂത് പറയാം. ऐसे तो वाणी कहता നിങ്ങൾ हूँ, പോകുന്നിടത്ത്, आप जहाँ जाएंगे, നിങ്ങൾ ചെല്ലുന്ന വീടുകളിൽ, तुम जहाँ से घर നിങ്ങൾ में जाते ചെല്ലുന്ന हैं, സഭകളിൽ तुम जो कलीसिया में जाएगा, നിങ്ങളിലൂടെ ശക്തി വ്യാപരിക്കാൻ പോകുക. आपके द्वारा सामर्थ्य आएगा, നിങ്ങളിലൂടെ ജനം ബലപ്പെടാൻ പോകുക. आपके द्वारा लोग बलवित होगा, നിങ്ങളുടെ അകത്തൊഴുകുന്ന പരിശുദ്ധാത്മാവ് आपके अंदर बहने वाला पवित्र आत्मा, ദേശങ്ങളെ ബലപ്പെടുത്താൻ പോകുക. आप जो बलहीन है उसको बल देगा। യേശു അവരുടെ മേൽ ഊതി, यीशु उन पे फूका, അവനെ ഊത്തങ്ങോട്ട് പ്രാപിച്ചു. उसका फूक जब पाया, അവരുടെ അകത്തേക്ക് നദി ഇറങ്ങി. उनके अंदर एक नदी അവര് बहा, ചെന്നിടത്തെല്ലാം ആ നദി ഒഴുകി. और जहाँ भी क्या वहां सब वो नदी बहा। ദൈവാത്മാവിൽ ഒരു ദൂത് പറഞ്ഞു നിർത്തുക. कि परमेश्वर की आत्मा में एक वाणी ഇനി देके रुक തൊട്ട് जाओ। നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ നദി ഒഴുകിക്കോണം കേട്ടോ. अभी से आप जहाँ भी जगह वहाँ नदी बहना है, അഭിഷേകം ഒഴുകിക്കോണം. अभिषेक बहना है। നമ്മൾ ദേശങ്ങളെ ഇളക്കാൻ പോകുക. हम देश को हिलाने वाले हैं। റെഡി ആയിക്കോ. तैयार हो जा। അഭിഷേകം എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. मुझे रोकने नहीं हो പക്ഷേ रहे, സമയം ഓടിപ്പോകുന്നു. लेकिन समय आगे जा എത്ര रहे പേര് हैं। ദൂത് സ്വീകരിക്കും? कितने लोग एक वाणी को കരങ്ങളെ स्वीकार करते हैं? സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കാം. हाथों को सर क्यों उठा? പറഞ്ഞിട്ട് കർത്താവിനെ ഉപയോഗിക്കണം. बोले परमेश्वर मुझे എന്റെ इस्तेमाल കുടുംബത്തെ कर, ഉപയോഗിക്കണം. मुझे कुटुंब को इस्तेमाल करना। സ്റ്റക്കായിരിക്കുന്നതിന്റെ അവസ്ഥ മാറണം. जो स्टक है मेरी अवस्था हटे, എന്റെ അനുഗ്രഹങ്ങൾ റിലീസ് ആകണം. मेरे आशीष रिलीज हो। ഇന്നു മുതൽ അത് സംഭവിക്കാൻ പോകുക. आमीन आमीन। आज से वो शुरू ജീവിതം हुआ है। മാറാൻ പോകുക. എന്റെ കുടുംബം മാറാൻ പോകുക. എന്റെ അവസ്ഥ മാറാൻ പോകുക. मेरा अवस्था, मेरा कुटुंब, मेरे बच्चे बदलने പരിശുദ്ധാത്മാവിന്റെ वाले। കാറ്റ് എന്റെ മേൽ വീശാൻ പോകുക. पवित्र आत्मा हवा मुझ पे आने ഒന്നിച്ചു वाला है। പ്രാർത്ഥിച്ചാണ്, ഒന്നിച്ചു പ്രാർത്ഥിച്ചാണ്. एक साथ